നല്ല രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ സജീവമായ ഒരു വാർത്താ ദിനം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇന്നും ഒരുപാട് വാർത്തകൾ വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇന്ന് പാലക്കാടാണ് ഇന്നും ശ്രദ്ധാകേന്ദ്രം. പക്ഷേ അവിടുത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളെക്കാൾ ഇന്ന് പ്രാധാന്യം അവിടുത്തെ പാലക്കാടുകാരുടെ ജീവശ്വാസമായ കൽപ്പാത്തി രഥോത്സവത്തിനാണ്. അപ്പോൾ ഇന്നാണ് ദേവരഥ സംഗമം, ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. അപ്പോൾ നമുക്ക് കൽപ്പാത്തി രഥോത്സവ കാഴ്ചകളിലേക്ക് പോകണം. ഒപ്പം അവിടുത്തെ രാഷ്ട്രീയ കൂടി നമുക്ക് ചർച്ച ചെയ്തിട്ട് വരാം. പിന്നെ അവിടെ തന്നെയാകും ഇന്ന് സ്വാഭാവികമായും സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും എല്ലാം ഉണ്ടാവുക. അതോടൊപ്പം ഇപിയുടെ ആത്മകഥാ വിവാദം എങ്ങനെ ചർച്ചയാകുന്നു എന്ന് കൂടി നമുക്കിന്ന് പരിശോധിക്കണം. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയം ചർച്ചയാകും, അതിനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കണം. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം, മുനമ്പം നമ്മൾ കുറച്ചധികം ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. മുനമ്പം സമരം 34ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് എങ്ങനെയാണ്, സമരപ്പന്തലിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പരിശോധിക്കണം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം പോകുന്നത് പാലക്കാട്ടേക്കാണ്. തെരഞ്ഞെടുപ്പ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ആവേശത്തിനിടെ ഇന്ന് കൽപ്പാത്തിയിൽ ദേവരഥ സംഗമമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൽപ്പാത്തിയിൽ ഇന്ന് വൈകിട്ട് 4 ക്ഷേത്രങ്ങളിലെ 6 രഥങ്ങൾ ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ സംഗമിക്കും. കാഴ്ച കണ്ടു തൊഴാൻ 10,000 അവിടേക്ക് ഒഴുകിയെത്തും. ഉപതെരഞ്ഞെടുപ്പായതിനാൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും കൽപ്പാത്തിയിൽ സജീവമാണ്. VV അരുണാണ് കൽപ്പാത്തിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് രാവിലെ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രഥോത്സവമാണ്, പാലക്കാടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം, ഉത്സവം. അപ്പോൾ അവരുടെ ഒരു വർഷം മുഴുവനുള്ള കാത്തിരിപ്പാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു ഉത്സവം വൈബ്? തീർച്ചയായിട്ടും പൂർണ്ണമായും കൽപ്പാത്തി ഉത്സവത്തിന്റെ ഛായയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആയിക്കഴിഞ്ഞു. ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. രഥോത്സവത്തിന്റെ 3ാം നാളാണ് ഇന്ന്. ഇത് വളരെ വളരെ വിശിഷ്ടമായി, വളരെ പ്രധാനപ്പെട്ടതായി കൽപ്പാത്തിക്കാർ ആഘോഷിക്കുന്ന, കാണുന്ന ദിവസം കൂടിയാണിത്. ഇന്നാണ് ഈ രഥോത്സവ ദേവരഥങ്ങളുടെ സംഗമം നടത്തുക. ഇന്ന് രാവിലെ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാളും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും രഥാരോഹണം നടത്തും. അതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാവിലെയുള്ള ചടങ്ങ്. ചാത്തപുരം ക്ഷേത്രം ഇതിന്റെ പിൻവശത്താണ്. അവിടെ ഈ ചാത്തപുരം ഗണപതി ക്ഷേത്രത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് കൽപ്പാത്തി അഗ്രഹാര വീതികളെല്ലാം എത്തുന്ന രഥമാണ് ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെ. രാവിലെ അല്പസമയത്തിനകം അവിടെ രഥാരോഹണം നടന്ന രഥം ഈ കൽപ്പാത്തിയുടെ എല്ലാ വീതികളിലും, പൈതൃക ഗ്രാമമാണ് കൽപ്പാത്തി, ഭക്തിപരമായി കാശിയോട് ഉപമിക്കുന്ന, കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ഉപമിക്കുന്ന ക്ഷേത്രമാണ് കൽപ്പാത്തിയിലെ വിശ്വനാഥ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ വളരെ വിശിഷ്ടമായി, വളരെ പ്രധാനപ്പെട്ടതായി ഭക്തർ കാണുന്ന ഒരു ദേശം കൂടിയാണത്. പ്രസന്ന മഹാഗണപതിയുടെ 3ാം തിരുനാളിൽ 6 രഥങ്ങളും വൈകിട്ടോടുകൂടി ഈ ക്ഷേത്രങ്ങളിലെ 6 രഥങ്ങളും ഇവിടെ കൽപ്പാത്തിയിൽ സംഗമിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. രഥോത്സവത്തിന് 2ാം നാളായ ഇന്നലെ പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി രഥാരോഹണം നടത്തിയിരുന്നു. വൈകിട്ട് പ്രയാണം കൽപ്പാത്തി ക്ഷിപ്രപ്രസാദ ഗണപതി ക്ഷേത്രത്തിന് മുന്നിലെ എത്തി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്ന് പ്രയാണം തുടങ്ങി കൽപ്പാത്തി വിശാലാക്ഷി സമേത, അതാണ് ആ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം. അതിനു മുന്നിലാണ് നമ്മൾ ഉള്ളത്. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം, ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ഉപമിക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ളതായി ഭക്തർ കണക്കാക്കുന്നത്. അത് ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തി രഥപ്രയാണം ആരംഭിച്ചിരുന്നു. വൈകിട്ടാണ് ഈ രഥങ്ങൾ സംഗമിക്കുക. 3 രഥങ്ങൾക്ക് പിന്നാലെ ചമയങ്ങൾ ഒരുക്കിയാണ് ഈ രഥങ്ങളെല്ലാം. നമുക്ക് തിരക്ക് കാണാം, വലിയ തിരക്കാണ് ഈ കൽപ്പാത്തിയിലെ ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ളത്. കൽപ്പാത്തിക്കാർക്ക് ഇതൊരു ഉത്സവം. നമ്മൾ സാധാരണ ഓണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കൽപ്പാത്തിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ ദിനമാണിത്. അവർ എവിടെയായിരുന്നു, ലോകത്തിന്റെ ഏതു ഭാഗത്തായിരുന്നു കൽപ്പാത്തിക്കാർ എല്ലാവരും ഇവിടേക്ക് നാട്ടിൽ എത്തും. അതാണ് ഈ അത്രയധികം പ്രാധാന്യത്തോടെ അവർ കാണുന്ന ഉത്സവമാണ്. ഏതായാലും 5 രഥങ്ങളും ഇന്ന് ഏതാണ്ട് വൈകിട്ടാവുമ്പോൾ 5 രഥങ്ങളും ഇവിടെ ഈ ക്ഷേത്രത്തിന് മുന്നിലെത്തും. അവിടെ 6 രഥങ്ങളുടെ സംഗമം ഉണ്ടാകും. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ രഥങ്ങൾ
തേരുമുട്ടിയിൽ യഥാസ്ഥാനത്ത് ഇവിടെ നിർത്തിയിട്ട് നമ്മളിപ്പോൾ കണ്ടതുപോലെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ എല്ലാ 5 രഥങ്ങൾ കൂടി ഇവിടെ എത്തുമ്പോൾ ഈ രഥസംഗമം, ദേവരഥ സംഗമം എന്നവർ അഭിമാനപൂർവ്വം ഭക്തിപൂർവ്വം പറയുന്ന ദേവരഥ സംഗമം ഇന്ന് വൈകിട്ട് നടക്കും. നാളെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയിറങ്ങും. നമുക്കറിയാം ഇത്തവണ ഈ ഉത്സവം വന്നത് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇന്നലെ മെനിങ്ങാന്ന് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. പക്ഷേ കൽപ്പാത്തിക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് പോലും മാറ്റിവെക്കുകയായിരുന്നു. അതവർ കുറച്ചുകൂടി സൗകര്യമായി എല്ലാവർക്കും ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു തടസ്സവും കൂടാതെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്തു. നമുക്ക് ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ ഭക്തിപൂർവ്വം വലിയൊരു നിര ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഉണ്ട്. ആളുകളെല്ലാം ഇവിടേക്ക് പൂർണ്ണമായും കൽപ്പാത്തിക്കാർ എന്ന് പറയുമ്പോൾ കൽപ്പാത്തിയിലെ ഈ പ്രദേശത്ത് താമസിക്കുന്നത് മാത്രമല്ല, പാലക്കാട്ടുകാർ ഒന്നടങ്കം ഇവിടേക്ക് രാത്രിയുമൊക്കെ ഇത് തന്നെയാണ് കാഴ്ച. വലിയ തിരക്ക് എല്ലാ ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ മുൻവശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ തിരക്ക്. കൽപ്പാത്തിക്കാർക്ക്, പാലക്കാട്ടുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണിത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് സ്വാഭാവികമായും അവരുടെ ഉത്സവത്തെ തടസ്സപ്പെടുത്തുമോ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ തിളക്കം കുറയ്ക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി തിരഞ്ഞെടുപ്പ് തന്നെ നീട്ടിവെച്ചുകൊണ്ട് ഇവിടെ കൽപ്പാത്തിക്കാരെ അവരുടെ ഉത്സവം നടത്തുന്നതിന് അവർക്ക് എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ ആ സഹകരണവും സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇന്ന് വൈകിട്ടാണ് രഥസംഗമം. അതിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. അരുൺ പറഞ്ഞതുപോലെ തന്നെ കൽപ്പാത്തിക്കാരുടെ, പാലക്കാടുകാരുടെ വികാരമാണ് ഇന്നത്തെ രഥോത്സവം എന്നുള്ളത്. ഈ വികാരം വോട്ടാക്കി മാറ്റാൻ എല്ലാ മുന്നണികളും അവിടെ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടി തേര് വലിക്കാനൊക്കെ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും ഒക്കെ അവിടെയും മത്സരത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ആ കാഴ്ചകളൊക്കെ കാണാമല്ലേ? തീർച്ചയായിട്ടും ഈ തേര് വലിക്കാൻ, തേര് പ്രദക്ഷിണത്തിൽ ഭാഗമാകാനൊക്കെ എല്ലാ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം ആദ്യ ദിവസം ഇവിടെ എത്തിയിരുന്നു. നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വിവാദങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാവരും മുന്നിൽ നിൽക്കും. ആരാണ് ഇവിടെ കൽപ്പാത്തിക്കാരുടെ മനസ്സിലേക്ക് കയറുക, അതിനുള്ളൊരു ശ്രമം തന്നെയാണ് സ്വാഭാവികമായും ഉത്സവവും അതിനുള്ള ഒരു അവസരമായി അവർ കാണുന്നു. ഇന്നും രഥസംഗമം നടക്കുമ്പോൾ, ദേവരഥ സംഗമം നടക്കുമ്പോൾ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെ എത്താൻ തന്നെയാണ് സാധ്യത. അതനുസരിച്ചാണ് അവരുടെ ഷെഡ്യൂളുകൾ പോലും, ഇന്നത്തെ പ്രചരണം പോലും ക്രമീകരിച്ചിരിക്കുന്നത്. തേര് അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി കൽപ്പാത്തിക്കാർ കാണുന്നതാണ്. രഥോത്സവം അത്രയധികം പ്രാധാന്യത്തോടെ കാണുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കൽപ്പാത്തിക്കാരുടെ ഈ ഭാഗത്തെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പരമ്പരാഗതമായി BJPക്ക് വലിയൊരു ലഭിക്കുന്ന വോട്ട്, കോൺഗ്രസിനും സ്വാധീനമുള്ള ഒരു മേഖല. അവിടെ ഇത്തവണ ഓരോ വോട്ടും വളരെ നിർണായകമാണ്. ആ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാകും സ്ഥാനാർത്ഥികൾ എത്തുക. നമുക്കറിയാം ഈ കഴിഞ്ഞ തവണ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കിയ പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണത്. ഇത്തവണ അതിലൊരു മാറ്റം വരുത്താൻ UDF അതുപോലെ തന്നെ LDF വലിയ ശ്രമിക്കുന്നുണ്ട്. BJP ആകട്ടെ ഇവിടെ നിന്ന് ഒരു വോട്ട് പോലും ചോർന്നു പോകാതിരിക്കാനുള്ള ശ്രമത്തിലുമാണ്. ഏതായാലും ഈ തേരിനൊപ്പമൊക്കെ ദൃശ്യങ്ങൾ കുറച്ചുകൂടി ഇപ്പോൾ വലിയ തിരക്ക്, ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വലിയ ക്യൂ ആണ് നമ്മൾ കാണുന്നത്. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ, അതായത് കൽപ്പാത്തിക്കാർ ഒന്നടങ്കം ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെയുള്ളത്. അത്രയധികം പ്രാധാന്യത്തോടെ കൽപ്പാത്തിക്കാർ കാണുന്ന ഉത്സവം. അതുകൊണ്ട് തന്നെ ഈ ഉത്സവം പരമാവധി പൊലിപ്പിക്കാൻ സർക്കാരും മുനിസിപ്പാലിറ്റിയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ശ്രമിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുമൊക്കെ ഒരു തരത്തിലും ഇവിടെ ഒരു കുറവുണ്ടാകരുന്ന വാശിയോടുകൂടിയാണ് ഇവിടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ രഥസംഗമത്തിലും 3 സ്ഥാനാർത്ഥികളും എത്തും. ആർക്കാകും ഈ കൽപ്പാത്തിക്കാരുടെ മനസ്സിലേക്ക് കയറാൻ കഴിയുക എന്നതിനുള്ള ഒരു ശ്രമമാണ് 3 സ്ഥാനാർത്ഥികളും നടത്തുന്നത്. തീർച്ചയായും. വി അരുണാണ് കൽപ്പാത്തിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, നേരത്തെ നമ്മൾ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് മാറ്റിയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓണം പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അവർ ആഘോഷിക്കുന്നതാണ് ഈ കൽപ്പാത്തി രഥോത്സവം. അപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ മറ്റു നാടുകളിൽ നിന്നൊക്കെ ഇന്ന് അവരുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ വലിയ ഒരുക്കമൊക്കെ വീട്ടിലുണ്ട്, സദ്യയുണ്ട്, അതിഥികളെ സൽക്കരിക്കണം, പിന്നെ ഉത്സവം കാണണം, തേര് വലിക്കണം, അങ്ങനെ ആഘോഷത്തിന്റെ ഒരു വലിയ ദിവസമാണ്. എങ്ങനെയാണ് അവരുടെ ഒരുക്കങ്ങൾ എന്നൊക്കെ നമുക്ക് അവിടെ ഉള്ളവരോട് തന്നെ ചോദിച്ചറിയാം. തീർച്ചയായിട്ടും ഇതൊരു ദിവസത്തെ അല്ല, പല ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളാണ് കൽപ്പാത്തിക്കാർക്ക്. ഈ രഥോത്സവം ഒരു വർഷം തന്നെ അവർ കാത്തിരിക്കുന്നത് ഇവിടെ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്താനാണ്. ഇവിടെ എത്തി ആ ഉത്സവത്തിന്റെ ഭാഗമാകാനാണ്. അവരുടെ സുഹൃത്തുക്കൾ, പല നാടുകളിൽ നിന്നുള്ള ഈ കൽപ്പാത്തിക്കാരുടെ സുഹൃത്തുക്കൾ സ്വാഭാവികമായും ഇവിടേക്ക് എത്തും. അവരെ ഇവിടേക്ക്
കൊണ്ടുവരും. അതുപോലെ തന്നെ വീടുകളിലും അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. ഏതായാലും കൽപ്പാത്തിക്കാരൊക്കെ ഇതിന്റെ തിരക്കിലാണ്. അവരുടെ പ്രതികരണങ്ങൾ, വീടുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ, വീടുകൾക്ക് ഒരു പ്രത്യേകത, ഈ വീടുകൾക്ക് മുന്നിലൊക്കെ ഇപ്പോൾ താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളുണ്ട്. കാരണം ഇവിടെ വീടുകൾക്ക് മുന്നിൽ മുനിസിപ്പാലിറ്റിക്ക് പണം കൊടുത്ത് അതിനുശേഷം ഈ വീട്ടുകാർക്കുമൊക്കെ പണം കൊടുത്താലാണ് ഇവിടെ കച്ചവടം നടത്താനാവുക. അങ്ങനെ ഈ വീടുകൾക്ക് മുന്നിൽ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളാണ്. അതായത് പൂർണ്ണമായും കൽപ്പാത്തിക്കാരുടെ ആഘോഷം. അവർ എല്ലാ സംവിധാനങ്ങളും അതിനുവേണ്ടി ഒരുക്കും, എല്ലാ തയ്യാറെടുപ്പുകളും നടത്തും. കണ്ട് വീടുകൾക്ക് മുന്നിലൊക്കെ ഇപ്പോൾ വീട്ടുകാരെക്കാൾ ഒരുപക്ഷെ കച്ചവടക്കാരൊക്കെ വീടുകളുടെ മുന്നിലുണ്ട്. വീട്ടുകാരൊക്കെ പലരും ഈ ഉത്സവ നടക്കുന്ന ക്ഷേത്രങ്ങളിലാകാം, ഒരു ക്ഷേത്രമല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ഇവിടെ ഉത്സവ തയ്യാറെടുപ്പുകൾക്കായി മാറിയിട്ടുണ്ട്. നാട്ടുകാർക്ക് പുറമെ പുറത്തുള്ള ആളുകൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായും വലിയൊരു തിരക്കിലേക്ക് കൽപ്പാത്തി അമർന്നു കഴിഞ്ഞു. ആളുകൾ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തുകയാണ്. എല്ലാ വീടുകൾക്ക് മുന്നിലും പ്രത്യേക അലങ്കാരങ്ങൾ, ആ രീതിയിൽ വീടുകൾ അലങ്കരിച്ച് ആളുകളെ വരവേൽക്കാൻ, ഇവിടെ ഉത്സവത്തിലെത്തുന്ന വരവേൽക്കാൻ, തങ്ങളുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഒക്കെ വരവേൽക്കാനൊക്കെ കൽപ്പാത്തിക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു. അവസാന ഇന്ന് പ്രധാനപ്പെട്ട ദിവസം, നാളെ ഉത്സവം കൊടിയിറങ്ങും. ഏതായാലും കൽപ്പാത്തിയിൽ വലിയ ആഘോഷ രാവുകളാണ്, ആഘോഷ ദിനങ്ങളാണ്. ഇന്നും നാളെയും കൂടി. നാളെ ഉത്സവം സമാപിക്കും വരെ അതുതന്നെയാകും കൽപ്പാത്തിയിലെ കാഴ്ചകൾ. നമുക്ക് ഇവിടുത്തെ തെരുവിന്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും കൽപ്പാത്തിയിലെ വീതിയിലൂടെ നടക്കുകയാണ് വി വി അരുൺ. എന്തായാലും അവിടെ നിന്നുള്ള ഈ ദേവരഥ സംഗമ ദിവസമായ ഇന്ന്, അത്രത്തോളം പ്രാധാന്യമുള്ള വിശേഷാൽ ദിവസമായ ഇന്നത്തെ അവിടുത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരമാണ് അല്ലെ അരുൺ ദേവരഥ സംഗമം. ഈ ദേവരഥ സംഗമത്തിന്റെ ഒരു പ്രത്യേകത അതെങ്ങനെയാണ്? ഈ കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അത് ഇന്നാണ്. അതാണ് ഈ ദേവരഥ സംഗമം. ഈ 6 രഥങ്ങളും ഒരിടത്ത് സംഗമിക്കും. അത് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ദേവരഥ സംഗമം നടക്കുക. അതുതന്നെയാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭക്തിപൂർവ്വം ഇവിടുത്തുകാർ കൊണ്ട് ആഘോഷിക്കുന്ന ചടങ്ങ്. ദേവരഥ സംഗമത്തിന് വേണ്ടിയാണ് ഈ ഒരു വർഷത്തെ ഒരുക്കങ്ങൾ ഇവിടെ. ആ ദേവരഥ സംഗമം ഇന്ന് വൈകിട്ട് ഇവിടെ നടക്കും. രഥോത്സവത്തിന്റെ 3-ാം നാളിൽ ആണ് ഇന്ന്. 3-ാം നാൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാളും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും രഥാരോഹണം നടത്തിയാണ് ഇന്ന് ഇത്. നമുക്കിവിടെ വീട്ടിന് മുന്നിൽ ആളുകൾ കോലമിടുന്നതൊക്കെ കാണാം. ഇന്നാണല്ലേ ഈ പ്രധാനപ്പെട്ട ചടങ്ങ്. എന്തൊക്കെയാണ് ഇന്ന് ശരിക്കും നടക്കുന്നത്? ഇന്നെന്താണ് പ്രധാനമായി ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങ്? கல்பாத்தி நீங்க தான் சொல்லணும். எல்லாத்தையும் சொல்றது. கல்பாத்தி தேரு 4 கிராமத்து பர்டிகுலர் சாத்தப்புறம் ஓல்டு கல்பாத்தி, நியூ கல்பாத்தி, மந்தக்கரை கணபதி 4 അമ്പലത്തില് കാർ ഫെസ്റ്റിവലാണ്. കൊല്ലമായിട്ട് നല്ല വേൾഡ് ഫേമസ് ആണ്. നമ്മ പാലക്കാട് കാർ ഫെസ്റ്റിവൽ வந்து വേൾഡ് ഫെസ്റ്റിവൽ. ഞങ്ങൾ കുട്ടിക്കാലങ്ങളെ കൊണ്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രഥസംഗമം നടക്കുന്നത് 5-ാം തിരുനാൾ 12-ാം തീയതി 5-ാം നാൾ ഇത് സംഗമം ഉണ്ടാകും. 5 തേരും 4 ഗ്രാമത്തിൽ வந்து ഇവിടെ ഒരുമിച്ച് കാണാം. വീടുകളിലൊക്കെ ആഘോഷങ്ങളല്ലേ? എന്താ പ്രിപ്പറേഷൻസ് എന്തൊക്കെയുള്ള? വീടിനുള്ള ഫോറിനിലിருந்து എല്ലാവരും വരും, എല്ലാവരും ആഘോഷിക്കും. വയസ്സായവരൊന്നും കാര്യമില്ല, ഞങ്ങൾ ആഘോഷിച്ച് തേരൊക്കെ വിളിക്കും. ഇൻട്രസ്റ്റ് ആയി 10 ദിവസം എനർജി ആയിട്ട് ഞങ്ങൾ ഇരിക്കും. അതാണ് പ്രധാനം. ദൈവത്തിന്റെ അറിവ് കൊണ്ട് ഞങ്ങൾ 10 ദിവസം എനർജിക്കാകെ കാർ ഫെസ്റ്റിവൽ കൊണ്ടാടും. സ്വന്തക്കാർ അത്ര പേര് ഇവിടെ വരും. എല്ലാവരും വന്നിട്ടുണ്ടോ? അപ്പൊ വീട്ടിലൊക്കെ എല്ലാവരും സ്വന്തക്കാരൊക്കെ ഫോറിനൊക്കെ വന്നിട്ടുണ്ടോ? എല്ലാവരും പുറത്ത് പോയിട്ടുണ്ട്. ഇത് ദുബായ്, ഇവരൊക്കെ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ചെന്നൈ, അമേരിക്ക എല്ലാവരും തേർ കാണാൻ പോയിട്ടുണ്ട്. ആമാ, സദ്യയൊക്കെയാണ് ഇവിടെ. ഇവര് അമ്പലത്തിൽ 10-30 കൊല്ലമായി പ്രസിഡന്റ് യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ, കാർ ഫെസ്റ്റിവലിന്റെ യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ ജോറായിട്ട് നടക്കും. രഥോത്സവം പറഞ്ഞാൽ എല്ലാവരും സ്ഥലത്തു നിന്ന് വരും. പിരിവൊക്കെ ചെയ്ത് ഇവരൊക്കെ പിരിവൊക്കെ ചെയ്ത് കൊണ്ടുവരും. പേര് രാമചന്ദ്രനാണ്, ഹിന്ദു ചന്ദ്രൻ എന്ന് പറയും. എല്ലാവരും ഹിന്ദു പേപ്പർ ആളാണ്. അതെ, ഹിന്ദു പേപ്പറുണ്ട്. എന്താണ് ഈ പഴയ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് രഥോത്സവത്തിൽ? പഴയ ഓർമ്മയെല്ലാം ചൊല്ലുങ്കോ? പഴയ ഓർമ്മ പറഞ്ഞാൽ വളരെ ജോറായിട്ട് കൊല്ലം ഏറിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് വേറെ ഇപ്പോഴത്തെ ട്രെൻഡുകളെല്ലാം മാറിയില്ലേ? അതുകൊണ്ട് ആർക്കും ഒരുപാട് നല്ല അസാധ്യമായിട്ട് ഇത് കാണാൻ വേണ്ടി തന്നെ ഫോറിനൊക്കെ ആറ് പണ്ടേക്ക്
പണ്ടത്തെ ഇത് വളരെ ഇപ്പത്തെ ട്രെൻഡിനോട് താങ്ങുപടി കൊല്ലാ എല്ലാം കൊല്ലം എൻജോയ് ജനങ്ങൾ ചെയ്യും. കൂടിക്കൊണ്ടേയിരിക്കും. പ്രധാനം എല്ലാം 10 ദിവസം ദൈവത്തിന്റെ അറിവ് കൊണ്ട് ഈ തിരുവനന്തപുരത്താണ്. ഇവർ 10-60 കൊല്ലമായിട്ട് ഇവിടെ തന്നെ താമസം. ദുബായിൽ നിന്ന് വന്നാണ് ദിവസം പങ്കെടുക്കാൻ. எனக்கு மலையாளம் அறியல. തമിഴ് சொல்லுங்க. நான் துபாயில இருந்து தான் வந்திருக்கேன். இது என்னோட சிஸ்டர், என்னோட அத்திம்பை. எப்பவும் வருஷம் தேருக்கு வரும். இந்த தேர் எனக்கு ரொம்ப பிடிக்கும். அதான் എല്ലാ വർഷവും വരും. ஓ വേറെ മാറ്റമില്ല അതിൽ. மாற்றமே இல்ல. ഇതാണ് കൽപ്പാത്തിക്കാരുടെ പ്രതികരണം. രഥോത്സവം കാണാൻ എല്ലാവരും ദുബായിൽ നിന്നും എല്ലായിടത്തും എത്തുന്ന ആളുകളാണ്. കോലം വരയ്ക്കൽ നമുക്കറിയാം ഈ തെരുവുകളിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. എല്ലാ ദിവസവും ഇങ്ങനെ കോലം വരയ്ക്കും. ഇപ്പോൾ ആഘോഷത്തിന്റെ ദിവസങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മനോഹരങ്ങളായ കോലങ്ങളാണ് നമുക്കിവിടെ എല്ലാം ഈ ദിവസങ്ങളിൽ കാണാനാകുന്നത്. കൽപ്പാത്തിക്കാർ അവർക്ക് നമ്മൾ സൂചിപ്പിച്ച പോലെ ഓരോ വർഷവും അതിന്റെ പെരുമ, അതിന്റെ ഭംഗി കൂടി വരുന്നു എന്നാണ് കൽപ്പാത്തിക്കാരുടെ പ്രതികരണം. ഏതായാലും ആളുകൾ ഇവിടേക്ക്, കൂടുതൽ പേർ ഇവിടേക്ക് ഓരോ നിമിഷവും എത്തുന്നതാണ് നമുക്ക് കാണാനാകുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടാണ് ദേവരഥ സംഗമം. കൽപ്പാത്തിക്കാർ ഏറെ ആഹ്ലാദത്തോടുകൂടി, ഏറെ ഭക്തിയോടുകൂടി കാണുന്ന ദേവരഥ സംഗമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നു. ഇനിയുള്ള മണിക്കൂറുകളിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും. മറ്റ് ചടങ്ങുകളും ഉത്സവത്തിന്റെ ഭാഗമായ ക്ഷേത്രങ്ങളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. ആര്യ, തീർച്ചയായും ശരി. അരുൺ വി അരുണാണ് കൽപ്പാത്തിയിൽ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചത്. എന്തായാലും ദേവരഥ സംഗമത്തിനായി എല്ലാവരും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വീടുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ബന്ധുക്കളും ഒക്കെ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ എല്ലാവരും ഈ ഒരു ഉത്സവം പ്രമാണിച്ചാണ് എല്ലാ വർഷവും എത്താറുള്ളത് എന്നാണ് പറയുന്നത്. ദുബായിൽ നിന്നൊക്കെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഒരു അമ്മയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ വീടുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. വൈകുന്നേരമാണ് ഇനി ദേവരഥ സംഗമം. ആ ഒരു തേര് വലിക്കാനൊക്കെയുള്ള ഒരു പ്രിപ്പറേഷനിലും സന്തോഷത്തിലും അതിന്റെ ഒരു ആഹ്ലാദത്തിലും ഒക്കെയാണ് പാലക്കാട്ടുകാർ, കൽപ്പാത്തിക്കാർ ഉള്ളത്. എന്തായാലും നമുക്കിനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഇനി നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. വൈകിട്ട് 5-ന് നിലവിലെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറക്കുക. ദർശനത്തിനായി പമ്പയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കും. പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതല ഏറ്റെടുക്കും. സജീവ് C വാര്യരാണ് നമുക്കൊപ്പം സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. സജീവ് C വാര്യർ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ശബരിമലയിലെ ഒരു മണ്ഡലകാലം കൂടി തുടങ്ങുകയാണല്ലോ? ഗുഡ് മോർണിംഗ് ആര്യ. ശബരിമലയിൽ ഒരു പുതിയ മണ്ഡലകാലത്തിന്, ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനാണ് തുടക്കമാകുന്നത്. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും സുഗമമായി ദർശനം സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളും മറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്ന് പ്രവേശനം അനുവദിക്കും. പമ്പയിൽ നിന്ന് ഇന്ന് 30,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. പമ്പയിൽ നിന്ന് 1 മണിക്ക് തീർത്ഥാടകരെ കയറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിയോട് കൂടിയാണ് നട തുറക്കുക. അപ്പോൾ ഇപ്പോഴത്തെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറക്കുക. അദ്ദേഹം നട തുറന്ന ശേഷം ആഴി തെളിയിക്കും. അതിനുശേഷം നിയുക്ത മേൽശാന്തിമാരായ അരുൺകുമാർ നമ്പൂതിരി, ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയെയും കൈപിടിച്ച് 18-ാം പടിയിൽ കയറ്റും. ആദ്യമായി 18-ാം പടി ചവിട്ടുന്നത് നിയുക്ത മേൽശാന്തിമാരാണ്. അതിനുശേഷമാണ് ദർശനം സാധ്യമാകുക. ഇന്ന് 30,000 പേർ ദർശനത്തിന് എത്തും എന്നാണ് ഇപ്പോഴത്തെ അറിവ്. അതിനായി പമ്പയിൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള കൌണ്ടറുകൾ അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് നാളെ വൃശ്ചിക പുലരിയിൽ 3 മണി മുതലാണ് ദർശനം നടക്കുക. 3 മണി മുതൽ 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദർശനമാണ് ശബരിമലയിൽ ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും തീർത്ഥാടകരുടെ വലിയ തോതിലുള്ള വരവ് കണക്കിലെടുത്താണ് തീർത്ഥാടകർക്കുള്ള സൌകര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ DGPയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. പ്രധാനമായും ഇന്നലെ ചർച്ചയായത് തീർത്ഥാടകർക്ക് സൌകര്യങ്ങൾ ഒരുക്കുക, അതിനൊപ്പം അവരോട് മാനുഷികമായ നിലയിൽ പോലീസ് പെരുമാറുക എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തവും വ്യക്തമായ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പോലീസിന്റെ പ്രവർത്തനം. നേരത്തെ കഴിഞ്ഞ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് ഒരുപാട് പരാതികൾ ഉയർന്നിരുന്നു. വലിയ തോതിലുള്ള ഭക്തജന പ്രവാഹമാണ് കഴിഞ്ഞ കൊല്ലം ശബരിമലയിലേക്ക് ഉണ്ടായത്. ഇത് സാഹചര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കാര്യത്തിൽ പരാജയമാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ വരെ പരാതികൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അതിനെല്ലാം മാറ്റം വരുത്തുന്നതിനുള്ള നേരത്തെ കൂട്ടിയുള്ള ഒരുക്കങ്ങളാണ് ശബരിമലയിൽ
ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പമ്പയിലും നിലയ്ക്കലിലും അതുപോലെ ശബരിമലയിലും എത്തിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ യോഗം ചേർന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങളാണ് നടക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർ ഏതെങ്കിലും കാരണവശാൽ യാത്ര മാറ്റിവെക്കുന്ന സാഹചര്യത്തിൽ അവർ ആ ബുക്കിംഗ് റദ്ദാക്കണമെന്ന നിർദ്ദേശവും ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ആളുകൾക്ക് സ്പോട്ട് ബുക്കിംഗിലേക്ക് ആ സമയക്രമം ഉപയോഗിക്കാൻ സാധിക്കും. റദ്ദാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നീട് അവസരം ലഭിക്കില്ല എന്നുകൂടി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് ഈ ബുക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട് ദർശനവുമായി ബന്ധപ്പെട്ട് വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഈ വർഷം ഉയർന്നിരുന്നു. ആദ്യം സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയിരുന്നു, പിന്നീട് അത് ഭക്തരുടെ നിർബന്ധപ്രകാരം അത് തിരികെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ സർക്കാരിന് കടന്നു വരേണ്ടി വന്നു. അപ്പോൾ ഈ സ്പോട്ട് ബുക്കിങ്ങിന് ഒരു നിയന്ത്രണമുണ്ടോ? ഇത്ര പേർക്കേ ബുക്ക് ചെയ്യാൻ കഴിയൂ, അങ്ങനെ ഒരു നിയന്ത്രണമുണ്ടോ? അതായത് ഒരു ദിവസം 80,000 പേർക്ക് ദർശനം അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. 80,000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. 70,000 പേർക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ് അനുവദിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം ഈ മാസം 29 വരെയുള്ള ബുക്കിംഗ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 30-ാം തീയതിയിൽ ഏതാനും സ്ലോട്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൂടാതെ 10,000 പേർക്ക് ഓരോ ദിവസവും ബുക്കിംഗ് അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. അതേസമയം ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത് ഒരു കാരണവശാലും വരുന്ന ഭക്തരെ, അതായത് പമ്പയിലെത്തുന്ന ഭക്തരെ, തീർത്ഥാടകരെ ഒരു കാരണവശാലും മടക്കി അയക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല, എല്ലാവർക്കും ദർശനം അനുവദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ വിവാദങ്ങൾ ഒക്കെ ഉയർന്നിരുന്നു. അത് സംബന്ധിച്ച ചർച്ചകളും വിവാദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ആണ് കൂടുതൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുപോലെ സ്പോട്ട് ബുക്കിംഗ് ചെയ്യുന്ന തീർത്ഥാടകർക്ക് അതിനുവേണ്ടി 7 കൌണ്ടറുകൾ പമ്പയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപ്രകാരം അവർക്ക് അവിടെ നിന്ന് സ്പോട്ട് ബുക്കിംഗ് സാധ്യമാകും. ആധാറോ പകർപ്പോ ഇല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡിയോ അങ്ങനെ എന്തെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടായാൽ മതിയാകും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ സാഹചര്യത്തിൽ ആളുകൾക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു ക്രമീകരണം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും സർക്കാരിന്റെയും എല്ലാം നിലപാട്. മാത്രമല്ല ഇത്തവണ പമ്പയിൽ ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട് അല്ലേ? അതായത് കഴിഞ്ഞ പ്രളയകാലത്തിന് ശേഷം ആദ്യമായാണ് പമ്പയിൽ അത്തരമൊരു ഒരുക്കം നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലെല്ലാം ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ചെറുവാഹനങ്ങൾക്ക് നിയന്ത്രിതമായ രീതിയിൽ പമ്പയിൽ പാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട്. അതുപ്രകാരം ഏറ്റവും ആദ്യം എത്തുന്ന ആളുകൾക്ക് അവിടെ പാർക്ക് ചെയ്യാം. പിന്നീട് പാർക്കിംഗ് ഗ്രൌണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നിലയ്ക്കലിലേക്ക് പാർക്കിംഗ് മാറ്റേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഉണ്ട്. പാർക്കിംഗ് സൌകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ, അതുപോലെ പമ്പ, ഒപ്പം നിലയ്ക്കലിലും പാർക്കിംഗ് ഉണ്ട്. ഈ സാഹചര്യത്തിൽ ആളുകൾക്ക് എത്തുകയും സ്പോട്ട് ബുക്കിംഗ് നടത്തുകയും അല്ലെങ്കിൽ വെർച്വൽ ക്യൂ സംവിധാനം വഴി സമയക്രമം പാലിച്ച് പമ്പയിൽ നിന്ന് ശബരിമല കയറുകയും ദർശനം സുഗമമായി സാധ്യമാക്കുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന ചടങ്ങ് പുതിയ മേൽശാന്തിമാരെ, 2 മാളികപ്പുറം ശബരിമല മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണമാണ്. അവരുടെ ചുമതല അവർ ഏറ്റെടുക്കും. നാളെ രാവിലെ 3 മണിക്ക് ദർശനം ആരംഭിക്കുമ്പോൾ നട തുറക്കുന്നത് പുതിയ മേൽശാന്തിമാരായിരിക്കും. പുറപ്പെടാൻ മേൽശാന്തിമാരായി അവരെ അവരോധിക്കുന്ന ചടങ്ങാണ്. ഇത് ഏകദേശം 6 മണിയോടുകൂടി ദീപാരാധന സമയത്തോടു കൂടിയാണ് അത് നടക്കുക. അതിനുശേഷമാണ് അവരെ അഭിഷേകം ചെയ്ത ശേഷമാണ് അവർ ചുമതല ഏറ്റെടുക്കുന്നത്. നാളെ മുതൽ പുതിയ മേൽശാന്തിമാരായ അരുൺകുമാർ നമ്പൂതിരിയും അതുപോലെ വാസുദേവൻ നമ്പൂതിരിയുമാണ് ഇത്തരം പൂജകൾക്കുമെല്ലാം നേതൃത്വം നൽകുക. തന്ത്രി കണ്ഠർ രാജീവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ദർശനം സാധ്യമാകും. ഇന്ന് പ്രത്യേക പൂജകളൊന്നും ഇല്ല. അതേസമയം നാളെ മുതൽ ഉള്ള തീർത്ഥാടന കാലത്തിന്റെ തുടക്കം എന്ന നിലയിലാണ് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി നട തുറക്കുന്നത്. ഇന്ന് 30,000 പേർ ദർശനത്തിന് എത്തുമെന്നാണ് ഇപ്പോഴുള്ള കണക്ക്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിയുകയാണ്. തീർച്ചയായും സജി സി വാര്യരാണ് സന്നിധാനത്ത് നിന്ന് ചേർന്നത്. എന്തായാലും സന്നിധാനത്ത് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞു. പക്ഷെ നമുക്കറിയാം, മണ്ഡലകാല തീർത്ഥാടനം എന്ന് പറയുമ്പോൾ സന്നിധാനത്ത് സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് മാത്രമല്ല, അതിനപ്പുറം ഇടത്താവളങ്ങളിലുമൊക്കെ ഭക്തർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം, സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ പൂർണ്ണ തോതിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് അനുവദിച്ച 2 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ദേവസ്വം ബോർഡിന്റെ പിടിപ്പുകേട് മൂലം
ഇത്തവണയും ഇവിടെ എത്തുന്ന ഭക്തർ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. ശബരിമല തീർത്ഥാടന കാലത്ത് പന്തളം ക്ഷേത്രത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് 2022-23 കാലയളവിൽ 2 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചത്. സമീപകാലത്ത് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ബോർഡ് ഫണ്ട് അനുവദിക്കുന്നതും ഇതാദ്യമാണ്. ക്ഷേത്രത്തിന്റെ ജീർണതകൾ പരിഹരിക്കുക, തിരുമുറ്റ നവീകരണം, പാർക്കിംഗ് സ്ഥലം വാങ്ങുന്നതടക്കം പദ്ധതിയിലുണ്ടായിരുന്നു. പക്ഷേ പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും നടന്നില്ല. പന്തളം നഗരസഭയുടെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും ദേവസ്വം ബോർഡിന്റെ സഹായം ലഭിക്കുന്നില്ലെന്നാണ് നഗരസഭയുടെ പരാതി. ഇവിടെ ടോയ്ലറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനം ഇല്ല. അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് അതില് വീഴ്ച തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നഗരസഭ ഇപ്പോ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഞങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ഈ ഒരു തീർത്ഥാടന കാലത്ത് തന്നെ തുറന്നു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നീട് നഗരസഭാ തലത്തിൽ ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ ഫയർഫോഴ്സിനുള്ള അടിസ്ഥാന സൗകര്യം, അത് അവരുടെ വാഹനങ്ങൾ ഇടുന്നതിന് ഒരു പെർമനന്റ് ഷെഡ്, അങ്ങനെ ഭക്തജനങ്ങൾക്ക് വിരിവെക്കുന്നതിന് സൗജന്യമായി വിരിവെക്കുന്നതിനുള്ള സംവിധാനം, ദേവസ്വം ബോർഡിന്റെ ബിൽഡിങ്, സത്യത്തിൽ ഇതൊക്കെ ദേവസ്വം ബോർഡാണ് ഇവിടെ ചെയ്യേണ്ടത്. പക്ഷെ ദേവസ്വം ബോർഡിന്റെ ബിൽഡിങ് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് ആ ബിൽഡിങ്ങിൽ ഭക്തജനങ്ങൾക്ക് സൗജന്യ വിരിവെക്കൽ സംവിധാനം ഞങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മാസ്റ്റർ പ്ലാൻ പ്രകാരം 2 കോടി രൂപ അനുവദിക്കുന്നതിനൊപ്പം കൂടുതൽ തുക ആവശ്യമെങ്കിൽ അനുവദിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനം. പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങിയതോടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇത്തവണയും പന്തളത്തുന്ന തീർത്ഥാടകരെ കാത്തിരിക്കുന്നത് വലിയ ദുരിതങ്ങളാണ്. ന്യൂസ് 18 പത്തനംതിട്ട. അപ്പോൾ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പരിശോധിക്കാം. ആത്മകഥാ വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കും. വിവാദത്തിൽ EP വിശദീകരണവും നൽകിയേക്കും എന്നുള്ളതാണ് സൂചന. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ വിവാദത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടെന്ന അഭിപ്രായവും CPM നേതൃത്വത്തിലുണ്ട്. മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് EP അവസാനമായി പങ്കെടുത്തത്. കാണേണ്ട സമയത്ത് കാണാമെന്നായിരുന്നു ആത്മകഥയിൽ ചതി നടന്നോ എന്ന ചോദ്യത്തിന് തിരുവനന്തപുരത്തെത്തിയ EP-യുടെ മറുപടി. VV വിനോദ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയാണ്. EP വിഷയം പ്രധാന അജണ്ടയായി വരുമോ? അവിടെ EP വിശദീകരണം നൽകിയേക്കുമോ? എങ്ങനെയായിരിക്കാം സാഹചര്യങ്ങൾ? അറിയ, കഴിഞ്ഞ കുറെ നാളുകളായി EP പാർട്ടിയോട് അത്ര ചേർന്നല്ല പോകുന്നത്. ഇണങ്ങിയും പിണങ്ങിയുമുള്ള ഒരു യാത്രയാണ്. അത് ഇപ്പോൾ തുടങ്ങുന്നതല്ല. കുറെ നാളുകളായി EP ആ തരത്തിലാണ് പാർട്ടിയുമായുള്ള EP-യുടെ ബന്ധം. അത് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, P ജയരാജൻ ഉയർത്തിയ ആരോപണം, അതിൽ തന്നെ കേൾക്കുന്നില്ല എന്ന പരാതി, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്, ഇപ്പോൾ വീണ്ടും ഒരു വിവാദത്തിലേക്ക് EP എത്തുന്നു. അതിനു മുൻപ് തന്നെ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച, അങ്ങനെയാണ് കൺവീനർ സ്ഥാനം EP-ക്ക് നഷ്ടമാകുന്നത്. ആ തരത്തിൽ പലപ്പോഴായി ഒന്നാം മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകുമ്പോഴുള്ള നീരസം, എന്നാൽ പലപ്പോഴും മുഖ്യമന്ത്രിയുമായി പിന്നീട് കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ EP പിണക്കം മറന്ന് പാർട്ടിയുമായി ചേർന്ന് പോകുന്ന നിലയായിരുന്നു. ഇപ്പോഴും അങ്ങനെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലേക്കാണ് EP എത്തി നിൽക്കുന്നത്. പാർട്ടിയും അങ്ങനെ EP-യുമായുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പോഴത്തെ ഈ ആത്മകഥാ വിവാദം, അത് 2 ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞെങ്കിലും ഏറ്റവും നിർണായകമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് തൊട്ടു മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് പാർട്ടിയിൽ കൃത്യമായ ധാരണയുണ്ട്. വലിയ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല ഈ ഘട്ടത്തിൽ എന്നത് തന്നെയാണ് EP-യുടെ ഒരു വിശദീകരണം. ആ വിശദീകരണം ആ നിലയ്ക്ക് കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതായിരിക്കും പാർട്ടി എടുക്കുന്ന ലൈൻ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നേതാക്കൾ EP-ക്കെതിരെ അല്ലെങ്കിൽ EP-യുടെ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് DC ബുക്സിനെ പോലെ ഒരു പ്രധാന പ്രസാധകരാണ്, അവർ അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ബാഹ്യമായ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ, അതിൽ EP-ക്ക് പങ്കുണ്ടോ, ആ തരത്തിലുള്ള ആരോപണം
ഉന്നയിച്ചാൽ സ്വാഭാവികമായും അത് EP ചെറുക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ തർക്കത്തിലേക്ക് പോകാനുള്ള ഇടയുണ്ട്. ഏതായാലും പാർട്ടി ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ വലിയ വിവാദങ്ങളിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുമോ എന്ന കാര്യം വ്യക്തമല്ല. കാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിവാദം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. EP ആകട്ടെ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തി. അദ്ദേഹം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഈ ആത്മകഥയിൽ ചതി നടന്നോ എന്ന കാര്യം ആരാഞ്ഞു. എന്നാൽ കൂടുതൽ പ്രതികരണത്തിന് EP തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് പത്രക്കാരെ കാണുന്നുണ്ട്, അപ്പോൾ നിങ്ങളെയും കാണാം എന്ന ഒരു മറുപടി പറഞ്ഞ് EP ഒഴിഞ്ഞു മാറുകയായിരുന്നു. അദ്ദേഹം കൃത്യമായ ഒരു മറുപടിയോ നിലപാടോ ഇക്കാര്യത്തിൽ കൈക്കൊണ്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം ഈ വിവാദം ഉണ്ടായപ്പോൾ EP പറഞ്ഞത് തന്റെ വീട്ടിൽ അപ്പോഴും ഇരിക്കുകയാണ്, താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കടലാസുകൾ വീട്ടിലുണ്ട്, പിന്നെ എങ്ങനെയാണ് തന്റെ ആത്മകഥ അച്ചടിച്ച് വരുന്നത് എന്ന കാര്യമാണ് EP ചോദിച്ചത്. എന്നാൽ വൈകിട്ടോടുകൂടി EP നിലപാട് മാറ്റി. താൻ എഴുതിയ 200ഓളം പേപ്പറുകൾ ഒരു മാധ്യമ പ്രവർത്തകന് നൽകിയിരുന്നു എന്ന കാര്യം EP പറഞ്ഞു. അങ്ങനെ ഒരു മലക്കം മറിച്ചിൽ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി EP നിലപാട് സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും EP വിവാദം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എങ്ങനെ ചർച്ചയാകുമെന്ന് കണ്ടറിയാം. മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ സഹായം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് അറിയിച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കത്ത് നൽകിയിരുന്നു. ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസാണ് ഇന്ന് പരിഗണനയ്ക്ക് വരുന്നത്. ഡാനി പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. എന്തായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്നുള്ളത് കേരളത്തിന്റെ പ്രതിനിധിയെ ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രത്യേക പാക്കേജുകളൊന്നും അനുവദിക്കാനുള്ള സാധ്യതയുമില്ല. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ പറയുന്നത് പുനരധിവാസത്തിനുള്ള ഫണ്ട് കേരളത്തിന്റെ പക്കൽ ഇതിനോടകം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ വിഷയങ്ങളൊക്കെ കോടതിയിൽ ഇന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുമായിരിക്കും, അല്ലേ? ഇതിൽ ഇന്ന് ഈ രീതിയിൽ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ കോടതി ഇത് സംബന്ധിച്ച കൃത്യമായൊരു നിലപാട് അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അമിക്കസ് ക്യൂറി അടക്കം നിയോഗിച്ചുകൊണ്ട് ഇതിൽ എന്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്, അതിൽ ഏത് രീതിയിലൊരു ധനസഹായം, നഷ്ടപരിഹാരം വിതരണം ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വിശദാംശങ്ങളടക്കം തേടിയിരുന്നു. അതിൽ കൃത്യമായ രീതിയിലൊരു മാതൃക അവതരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചില നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. കാരണം അവിടെ ഉണ്ടായ ദുരന്തങ്ങൾ വലുതാണ്. അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകണമെന്ന് പല രീതിയിൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കോടതിയിലേക്ക് കേസ് പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിരുന്നത് അതിൽ കൃത്യമായ രീതിയിലൊരു ഇടപെടൽ ഉണ്ടാകും, എന്താണ് അതിൽ പറയാനുള്ളത്, അതിൽ ചെയ്യാനുള്ളത് എന്നതൊരു കാര്യം അത് സംബന്ധിച്ച അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിൽ വിശദമാക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും അത് നൽകാമെന്ന് തന്നെയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച് എന്ത് ഇടപെടൽ നടത്താൻ ഉദ്ദേശിക്കുന്നു, ഏത് രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതെല്ലാം തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതാ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയെ തന്നെ KV തോമസിന് തന്നെ ഇക്കാര്യം അറിയിച്ചൊരു സാഹചര്യം ഉണ്ട്. അതുകൂടി നമ്മൾ മുന്നിൽ കാണാം. അപ്പോൾ ഒരു ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിച്ചില്ല എങ്കിൽ അത് വലിയ രീതിയിലൊരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന് തുടക്കം മുതൽ തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം ഒന്നാകെ തന്നെ ആവശ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. പക്ഷേ അതുണ്ടാകില്ല എന്ന് തീർത്തും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതുമാത്രവുമല്ല, അതിൽ ഈ NDRF SDRF അതിൻ്റെ ഒരു മാനദണ്ഡ പ്രകാരം ഇത് ഈ രീതിയിൽ നിർവചിക്കാനാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഇനി കേന്ദ്ര സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി ഏത് രീതിയിലൊരു ധനസഹായം അടക്കം വിതരണം ചെയ്യണം എന്ന കാര്യത്തിലെല്ലാം ഇന്ന് ഇതിൽ കൃത്യമായൊരു അറിയിപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ആഭ്യന്തര സഹമന്ത്രി ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ വകുപ്പിലായിട്ട് ഏതാണ്ട് 300 കോടിയിലധികം രൂപയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ AGയുടെ വിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് ഇനി ചെയ്യാനുള്ളത് എന്നത്
ഇന്ന് കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ സംസ്ഥാനം ഒന്നാകെ തന്നെ ഇതിൽ ഉറ്റുനോക്കുകയാണ്. ഇതിൽ എന്ത് ഇടപെടലാണ് ഇനി നടക്കാൻ പോകുന്നത്, ഏത് രീതിയിലുള്ളൊരു സഹായം അല്ലെങ്കിൽ അതെങ്ങനെ നടപ്പാക്കാൻ പോകുന്നു, എന്താണ് കേന്ദ്രത്തിൻ്റെ വയനാട് പദ്ധതി എന്നതാണ് ഇനി അറിയേണ്ടത്. അത് കോടതിയിൽ നിന്ന് വിശദമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ പദ്ധതി എങ്ങനെയാണ് വയനാട് വിഷയത്തിൽ എന്നുള്ളതാണ് നമ്മളും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഡാനി തുടരുക, മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി അറിയേണ്ടതുണ്ട്. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം വടക്കൻ പറവൂരിലും കുറുവാ സംഘം എത്തിയതായി സംശയം. കുറുവാ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. നിരവധി വീടുകളിൽ കയറാൻ ഇവർ ശ്രമിച്ചതായാണ് വിവരം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഈ ആലപ്പുഴ നമുക്കറിയാം ആഴ്ചകളായി ഈ കുറുവ സംഘത്തിന്റെ ഭീതിയിലാണ്. അതിനപ്പുറം ഇപ്പോൾ എറണാകുളത്തേക്കും ഈ സംഘത്തിന്റെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ഈ വടക്കൻ പറവൂരിന് സമീപം തൂയിത്തറ എന്ന് പറയുന്നത്, തൂയിത്തറ പാലത്തിന് സമീപത്തെ ഏതാനും വീടുകളിലാണ് ഇപ്പോൾ ഈ സംഭവം, ഇതിൻ്റെ ഒരു ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ബുധനാഴ്ച രാത്രിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ആളുകളെ ഭയചകിതരാക്കുന്നത് ഇവരൊരു പ്രവർത്തന രീതിയും ശൈലിയും എല്ലാം തന്നെയാണ്. കാരണം ഇത് വളരെ ക്രൂരമായ അക്രമ സ്വഭാവം കാണിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷ്ടാക്കളുടെ സംഘമാണ് ഈ കുറുവ സംഘം എന്ന് പറയുന്നത്. നരിക്കുറുവകൾ എന്നാണ് അവരെ അവിടെ വിളിക്കുന്നത്. തമിഴ്നാട്ടിലടക്കം ഒരു അക്രമ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ളൊരു സംഘങ്ങളാണ്. വളരെയധികം പേരൊക്കെ എല്ലാം ഇവരുടെ സംഘത്തിലുണ്ടാകും. 3-4 പേരുള്ള ചെറു സംഘങ്ങളായി പിന്നീട് അവർ തിരിയുകയും സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മോഷണ രീതിയാണ് പലപ്പോഴും ഇവർ അവലംബിക്കുന്നത്. അടുത്തിടെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര മേഖലയിലും എല്ലാം തന്നെ ഇത്തരം സമാനമായ രീതിയിൽ തന്നെ സംഭവങ്ങളുണ്ടായിരുന്നു. അത് സംബന്ധിയായ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് ഇവരുടെ സംഘം എത്തിയിരിക്കുന്നു എന്ന രീതിയിൽ സ്ഥിരീകരിക്കാവുന്ന ദൃശ്യങ്ങളടക്കം CCTV ദൃശ്യങ്ങളടക്കം എത്തുന്നത്. കാരണം ഇവരുടെ ഒരു ശൈലിയും അതോടൊപ്പം തന്നെ ഈ മോഷണത്തിന് ഇവർ അവലംബിക്കുന്ന രീതി അപ്പോൾ ദേഹമാസകലം കരിയും എല്ലാം തന്നെ പുരട്ടി ഇറങ്ങുക, കൈലി ഉടുത്ത് എത്തുക, അങ്ങനെ അവരെ പെട്ടെന്ന് ആ സംഘത്തെ തിരിച്ചറിയുന്ന രീതിയിലുള്ളൊരു അടയാളങ്ങളെല്ലാം തന്നെ ഈ രീതിയിലുള്ളതാണ്. അവർ പകൽ സമയത്ത് മറ്റ് ജോലികൾ എന്ന രീതിയിൽ തന്നെ അവിടെ ആ മേഖലയിൽ തന്നെ വ്യാപൃതരാകുക, സ്ഥലങ്ങളും ഇടങ്ങളും എല്ലാം തന്നെ കണ്ടെത്തി പിന്നീട് രാത്രിയിലേക്ക് എത്തുക. സ്ത്രീകൾ കൂടുതലായിട്ട് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് മോഷ്ടിച്ച് കടക്കുക എന്നതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു രീതി. നേരത്തെ ഇവർ പിടിയിലായവർ പലരും ഈ രീതിയിലുള്ളൊരു വെളിപ്പെടുത്തലാണ് പോലീസിനോടക്കം നടത്തിയിരിക്കുന്നത്. ഇതിൽ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് അക്രമ സ്വഭാവത്തോടു കൂടി തന്നെ മോഷണം നടത്തുക എന്നത് തന്നെയാണ് എല്ലാവരെയും തന്നെ ഈ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് പോലീസിൻ്റെ കർശനമായ രീതിയിലുള്ള പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ഇവിടങ്ങളിലെല്ലാം തന്നെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വടക്കൻ പറവൂർ മേഖലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പോലീസ് വ്യാപൃതരാണ്. പോലീസ് കൂടുതൽ പെട്രോളിംഗ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു സംഘങ്ങൾ വിഹരിക്കുന്നത് ജനങ്ങളുടെ സ്വസ്ഥതയും സ്വൈര്യതയും എല്ലാം തന്നെ കെടുത്തും. കൂടുതൽ ഇടപെടലുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. അതുണ്ടാകുമെന്നാണ് റൂറൽ പോലീസ് അറിയിക്കുന്നത്. തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വടക്കൻ പറവൂരിലേക്കും ഈ കുറുവാ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്ക പരത്തുന്ന വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമ്മളെ രസിപ്പിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഒരു മിമിക്രി കലാകാരനാണ്. ആരാണെന്നുള്ളത് ഇടവേളയ്ക്ക് ശേഷം കാണാം. നവീൻ ബാബുവിന്റെ മരണത്തിൽ മൊഴിയെടുത്ത് പോലീസ്. സഹോദരൻ പ്രവീൺ ബാബു, ഭാര്യ മഞ്ജുഷ എന്നിവരുടെ മൊഴിയാണ് എടുത്തത്. അന്വേഷണ സംഘം മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. KK രത്നകുമാരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. UDF-ലെ ജൂബിലി ചാക്കോയെ 7-നെതിരെ 16 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് PP ദിവ്യ വിട്ടുനിന്നു. ആത്മകഥാ വിവാദത്തിൽ അതിശക്തമായ ഗൂഢാലോചന നടന്നുവെന്ന് ആവർത്തിച്ച് EP. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം വാർത്ത വന്നത് ആസൂത്രിതം. ഒരാൾക്കും കരാർ കൊടുക്കുകയോ കൂലിക്ക് എഴുതിക്കുകയോ ചെയ്തിട്ടില്ല. പുറത്തുപോയതിന് പിന്നിൽ കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമെന്നും ആരോപണം.
ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്ന് എം.വി. ഗോവിന്ദൻ. പാർട്ടി വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ആത്മകഥാ വിവാദം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഗൂഢാലോചനയെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും ഇതിൽ പങ്ക്. ഗൂഢാലോചന നടന്നിട്ടും വയനാട്ടിൽ വൻ തിരിച്ചടിയാണ് UDFന് ഉണ്ടായതെന്നും സരിൻ. ഇ.പി. ജയരാജനെ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇല്ലാത്ത ആത്മകഥയുടെ പേരിലാണ് വ്യാജ പ്രചാരണം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തനിക്കെതിരെയും മടങ്ങിയെത്തുമ്പോൾ നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്. അനുകരണ കലയിലെ രസതന്ത്രവുമായി മിമിക്രി കലാകാരൻ അജേഷ് മൺവിളയാണ് നമുക്കൊപ്പം ചേരുന്നത്. അജേഷ്, വെരി ഗുഡ് മോർണിംഗ്. സ്വാഗതം ന്യൂസ് 18ലേക്ക്. ഗുഡ് മോർണിംഗ്. ന്യൂസ് 18 കേരളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പിന്നെ എൻ്റെ സുഹൃത്ത് അജിനാസ് കൂടരിഞ്ഞ്, അവനാണ് ഇതിലോട്ട് എന്നെ ഈ പ്രോഗ്രാമിലോട്ടൊന്ന് കണക്ട് ചെയ്തവനും നന്ദി. ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരു വെടിക്കെട്ട് ഐറ്റത്തിൽ നിന്ന് അങ്ങ് തുടങ്ങിയാലോ? നമുക്ക് ആദ്യം ഒരു വെറൈറ്റി പിടിക്കാം. അതായത് കോട്ടയം പ്രദീപേട്ടൻ്റെ ശബ്ദത്തിൽ നിന്നും ജയ് ഹേയിലെ ബേസിൽ ജോസഫിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച കനകമ്മ, കുട്ടശനാട് കനകം, അപ്പം ആ ഒരു വോയിസിലോട്ടുള്ളൊരു മോർഫി. ഓ ശരി ശരി, അതൊന്ന് നോക്കാം. പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. അവർക്കേ വായ്ക്കരിയിടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതിരുന്നേ നേർച്ചയും വഴിപാടും ഉരുളയും കൂടി കമഴ്ത്തിയുണ്ടായ ഉരുപ്പടി അടിയൊന്നുമല്ല. ചവിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാമോ? ഇന്ന് ചവിട്ടുകൊണ്ട് ചെറുക്കാൻ വീണതേ ഈതയുടെ പറമ്പില. അവിടെ നിന്ന് അവർക്ക് എടുത്തുകൊണ്ട് വന്നേ. ഈ ചെറുക്കൻ കിഴങ്ങനായി പോയിണ്ടല്ലേ അവൻ എടുത്തിട്ട് തട്ടുന്നേ. വേറെ വല്ലയിടത്ത് വേണമെങ്കിൽ ഇതൊക്കെ നടക്കൂ. നീ പറ. താങ്ക് യു അജേഷ്, അടിപൊളി. എന്തായാലും ഇങ്ങനെ ഒരു ട്രാൻസിഷൻ പറ്റുമെന്ന് എങ്ങനെയാ കണ്ടുപിടിച്ചത്? അത് സ്വന്തമായിട്ട് ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നു. അത് ശരി. അപ്പം ഈ കലാരംഗത്ത് എത്തിയിട്ട് എത്ര കാലമായി അജേഷ്? ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒന്ന് ഓൾ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചത് എത്ര കാലമായി ഈ മിമിക്രി കലാരംഗത്ത് എത്തിയിട്ട് എന്നുള്ളതാണ്. ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊന്നും ചെയ്തിട്ടില്ല. അതിന് ശേഷമാണ് മിമിക്രിയിലോട്ട് വന്നത്. ചെയ്തിട്ടില്ല. അപ്പൊ സാധാരണ എല്ലാവരും ഈ കലോത്സവ വേദികളിൽ കൂടിയൊക്കെയാണ് പ്രൊഫഷണൽ മിമിക്രി രംഗത്തേക്കൊക്കെ എത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹിസ്റ്ററി ഒന്നും ഇല്ല. കുറച്ച് ലേറ്റായാണ് വന്നത്. അപ്പൊ ചെറുപ്പത്തിലെ പക്ഷെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്ത് നോക്കുമായിരിക്കുമല്ലോ അല്ലെ? ചെറുപ്പത്തിലൊന്നും ഇല്ല. ഇല്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് തോന്നിയതാണോ എനിക്കിത് പറ്റുമെന്നുള്ളത്? സിനിമയാണ് ആഗ്രഹം, സിനിമ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സിനിമയിലോട്ടുള്ളൊരു വഴി എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് 1000-ൽ ഒരാൾക്കൊക്കെ കിട്ടുന്ന ഒരു കഴിവാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. എല്ലാം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പൊ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഐറ്റം ഏതാ? ആദ്യം ഞാൻ കഴക്കൂട്ടത്ത് ഒരു മൊബൈൽ ഷോപ്പിൽ പാർട്ട് ടൈം ആയിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ആദ്യമായിട്ടൊരു സൗണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. ഓർബിറ്റ് മൊബൈൽസ് എന്നാണ് ഷോപ്പിന്റെ പേര്. അപ്പം അന്ന് ലാൽ സാറിന്റെ ശബ്ദം, നമ്മളെ കല്യാണരാമൻ സിനിമയിലെ ലാൽ സാറിന്റെ ശബ്ദത്തിലാണ് മിമിക്രിയിലോട്ടുള്ള തുടക്കം. ആ ശബ്ദം ഞാൻ ഒന്നെടുക്കാം. ഓ ശരി. അമ്മാടി തറവാട്ടിക്ക് ഒരു സംബന്ധത്തിലേക്കുള്ള യോഗ്യതയില്ലെന്നറിയാം. നിങ്ങളുടെ മനസ്സ് കേട്ടപ്പോ, നിങ്ങളുടെ വിഷമം കേട്ടപ്പോ സഹിക്കാൻ പറ്റുന്നുണ്ട്. തമ്പി സാർ സമ്മതിക്കുന്നത് മോളെ മതി. എത്ര വലിയ ഡോക്ടറാണെങ്കിലും ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. സാറിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തം നടക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇതായിരുന്നു വോയിസ്. അജേഷ്, അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു നമ്പർ ആളുകളെ കേൾപ്പിച്ചപ്പോ ആരെയാണ് ആദ്യം കേൾപ്പിച്ചത്? എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? ആദ്യം സുഹൃത്തുക്കളെയൊക്കെ തന്നെയാണ് കേൾപ്പിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? ഈ സൗണ്ട് ഏഷ്യാനെറ്റിൽ ലാൽ സാറിന്റെ മുമ്പിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓ അത് ശരിയാ. കോമഡി സ്റ്റാർസിൽ 2019. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കമന്റ്? അപ്പോ അദ്ദേഹം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നീട് ഒരു അതായത് അജേഷിന്റേതായ ഒരു സിഗ്നേച്ചർ ഐറ്റം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പിന്നെ ഗണേഷ് കുമാർ സാറിന്റെ ശബ്ദം ചെയ്യാറുണ്ട്. ശരി, മന്ത്രി.
ഇതിപ്പം ന്യൂസ് 8 കേരള അല്ലേ, അപ്പം നമുക്ക് ഗണേഷ് കുമാർ സാറിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഓ ആയിക്കോട്ടെ. നമ്മുടെ മുമ്പ് അരിക്കൊമ്പന്റെ ഒരു വിഷയം നടന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, ഒരു 3-4 ഡയലോഗ്. ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഇവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ നമ്മളെ മക്കളെ പള്ളിക്കൊടുത്തി വിടും? എന്ത് സമാധാനത്തിരിക്കും വീട്ടുകാർ? അല്ല, ഇത് പറയുന്നവർക്കും ഇല്ലയോ വീട്ടിൽ മക്കളൊക്കെ? ഞാനിങ്ങ് ടൗണിലാണ് താമസിക്കുന്നത്, എൻ്റെ മക്കളെ ആന ചവിട്ടി കൊല്ലത്തില്ല എന്ന് പറയുന്ന മര്യാദകേട് ഒട്ടും ശരിയല്ല. താങ്ക് യു. ഓ അടിപൊളി അടിപൊളി. അപ്പം ഈ ഒരു വ്യക്തിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്കിത് അനുകരിക്കാൻ കഴിയും എന്ന് തോന്നുന്നത് എങ്ങനെയാണ്? അത് പ്രാക്ടീസ് ചെയ്ത് വെറുതെ നോക്കി തുടങ്ങുന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കാര്യം ഒന്ന് പറയാമോ? അതായത് നമുക്ക് ഇപ്പം എന്ത് കാര്യത്തിനും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ പറ്റും. അപ്പം മിമിക്രി അത്ര ഇഷ്ടമായതുകൊണ്ടും നമ്മൾ ആ ഒരു സൗണ്ട്, നമ്മൾ ആ ഒരു പോർഷൻ കുറച്ച് പ്രാവശ്യം കാണും. കണ്ടിട്ട് ആദ്യം സ്വന്തം സൗണ്ടിലൊന്ന് പറഞ്ഞ് പഠിക്കും. പഠിച്ചിട്ട് പിന്നെ അതിൻ്റെ മോഡുലേഷൻ കാര്യങ്ങളെല്ലാം നോക്കി ഇത്തിരി കുറച്ച് പണിയുണ്ട്. പിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു പാടായിട്ട് തോന്നൂല. പക്ഷെ എത്ര ദിവസം എടുക്കുമായിരിക്കും ഇപ്പം ഒരാളുടെ സൗണ്ട് പഠിച്ചെടുത്ത് അത് അനുകരിക്കാനായിട്ട്? അത് ഓരോരുത്തരുടെ ചിലത് പെട്ടെന്ന് നമുക്ക് കിട്ടും, നമ്മുടെ സൗണ്ടിൽ തന്നെ കാണും. പിന്നെ മിക്ക നടന്മാരുടെ സൗണ്ടും ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സെലിബ്രിറ്റി ആരാ? അങ്ങനെ കുറച്ചൊക്കെ ചെയ്യാറുണ്ട് എളുപ്പമായിട്ട്. ഇങ്ങനെ ഒരു ഐറ്റം കൂടി, പിന്നെ ഒരു വെറൈറ്റി ജനാർദ്ദന സാറിന്റെ ശബ്ദം. ഇപ്പൊ രാവണപ്രഭു സിനിമയിൽ അച്ഛൻ മോഹൻലാലായിട്ട് ജനാർദ്ദന സാറാണ് ചെയ്തതെങ്കിൽ അത് ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു സംഭവമാണ്. ഓ ശരി ശരി. അതായത് മംഗലശ്ശേരി നീലാണ്ടനായിട്ട് ഉള്ളൊരു സംഭവം. കഴുത്തിന് പകരം വലങ്കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് നീ. വഴി മാറടാ മുണ്ടക്കൽ ശേഖര. ഇങ്ങനൊരു സാധനം. ഈ പ്രൊഫഷണൽ മിമിക്രി കലാരംഗത്തേക്കൊക്കെ എത്തിയിട്ട് ഇപ്പൊ എത്ര നാളായി? സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ? സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്, ചാനൽ, TV ചാനൽ. ഇപ്പം കുറച്ച് നാളാവേ ഉള്ളൂ, ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ല. പക്ഷേ ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഒരു വലിയ ഒരു പ്രൊഫഷണൽ നിലയിലേക്ക് എത്താൻ അജേഷിന് സാധിച്ചു എന്നുള്ളതാണ്. അതിനൊരു കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പം എങ്ങനെയാണ് മറ്റുള്ള ഐറ്റംസ്? പൊതുവേ ഈ സ്റ്റേജിൽ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ് ആണ് ഒരു പെർഫോമൻസ് ഉണ്ടാവുക? അതിൽ ചെയ്യുന്ന നമ്പേഴ്സ് ഒക്കെ ഏതൊക്കെയാണ്? ഞങ്ങളിപ്പം സ്റ്റേജ് ഷോയിൽ ഇടയ്ക്ക് കുറച്ച് സ്റ്റാർസ്, പിന്നെ സ്പോട്ട് ഡബിങ് ചെയ്യാറുണ്ട്. വിഷ്വൽ എപ്പോഴും ടീമായിട്ടാണോ ചെയ്യാറ്? ഓക്കെ. അപ്പം അജീഷ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? അതായത് സ്പോട്ട് ഡബ് ചെയ്യാറുണ്ട്, സ്ക്രീനിൽ ഇട്ടിട്ട് അങ്ങനെ ഡബ് ചെയ്യാറുണ്ട് കുറച്ച് സംഭവം. പിന്നെ അല്ലാതെ വോയിസ് ഇമിറ്റേഷൻ അങ്ങനെ. പിന്നെ ഇപ്പോൾ പുതിയൊരു സംഭവം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു ന്യൂ ഇയർ മുതൽ അത് ഓക്കെ ആവും. ന്യൂ ഇയറിനെ റിലീസ് ചെയ്യുന്നുള്ളൂ പുതിയ. ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അല്ല, അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ച്. അത് മിമിക്രി ഷോയുടെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം കുറച്ച് മെന്റലിസം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഓ അത് ശരി. അപ്പൊ അതൊന്ന് സെറ്റായിട്ട് അപ്പോൾ അതാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ പിന്നെ ഒരു ഐറ്റം കൂടി ഞങ്ങളെ ഒന്ന് കാണിക്കാം. സഞ്ജു സാംസന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഓ ശരി. ഒരു രീതിയുണ്ട്, കാരണം ഞാൻ എല്ലാ കൊല്ലവും ഒരു രീതിയുണ്ട്. കാരണം ഞാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായതുകൊണ്ട് പലരോട് ചോദിക്കാറുണ്ട്, കേരളത്തിൽ നിന്ന് ആരെങ്കിലും ടീമിലെടുത്താന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു രീതിയുണ്ട്, കാരണം ഞാൻ എല്ലാ കൊല്ലവും കുറച്ച് പ്ലെയേഴ്സിനെ ട്രയൽസിനെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ കുറച്ച് പേരെ എടുത്തിട്ടുമുണ്ട്, എടുക്കാതെ പോയിട്ടുമുണ്ട്. ഒന്നുമില്ല ചേട്ടാ, ബോൾ കിട്ടിയ വലിച്ച് അടിക്കാനേ തോന്നുള്ളൂ. അടിപൊളി. അപ്പോൾ അജേഷ്, ഇപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണ്. നമുക്കിത് അറിയില്ലല്ലോ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് സ്റ്റേജിലൊക്കെ നിൽക്കുമ്പം വിചാരിച്ച പോലെ വരുന്നില്ല എന്ന് തോന്നുന്ന സമയമുണ്ട്. ഈ തൊണ്ട അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇതിങ്ങനെ പറയുന്നത്. അതിപ്പോ തന്നെ ഞാൻ ഇപ്പം ഇന്ന് ഈ പ്രോഗ്രാമിന് വന്നതും പെട്ടെന്നായിരുന്നു. അപ്പൊ എനിക്ക് ചെറിയ തൊണ്ടയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് പനിയായിട്ട് ഇപ്പൊ കുറഞ്ഞു വന്നത്. അപ്പൊ ഇന്നലെയാണ് ഇത് സെറ്റായത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്നാലും ചെയ്യാൻ പറ്റും. എങ്കിലും ചില വോയിസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പെട്ടെന്ന്. എപ്പോഴും സ്റ്റേജിൽ തുടങ്ങുന്ന ഒരു ഐറ്റം ഏതാ? അങ്ങനെ കറക്റ്റായിട്ടൊരു ഇതില്ല, ഷഫിൾ ചെയ്തൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ക്യാപ്റ്റൻ രാജു സാറിന്റെ സൗണ്ട് ചെയ്യാറുണ്ട്, പഴയ ഉദയപുരം സുൽത്താൻ സിനിമയുടെ. അതൊക്കെ സ്റ്റേജിൽ ചെയ്യും.
ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ കൂടി ചെയ്തോളൂ. കേട്ടില്ലേ അവൻ പറഞ്ഞത്? സ്നേഹത്തിന്റെ വില എന്തെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എടി കൊച്ചേ, ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ ഒന്നുകൂടി അപേക്ഷിക്ക്. അടുത്ത ജന്മത്തിലെങ്കിലും മക്കളുടെ മനസ്സറിയുന്ന തന്തയ്ക്ക് പിറക്കാൻ. വിവാഹത്തിന് തടസ്സമായിട്ട് ഞങ്ങൾ ഔട്ട് ഹൗസിൽ ഉണ്ടാവില്ല. നാളെ മുഹൂർത്തത്തിന് മുമ്പേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാം. കല്യാണം മംഗളമായി നടക്കട്ടെ. ഓ അടിപൊളി. അപ്പൊ സിനിമയാണ് ലക്ഷ്യം. അപ്പൊ ഓഡീഷനൊക്കെ പോവാറുണ്ടോ? ഒരു സിനിമ ചെയ്തായിരുന്നു, അത് റിലീസ് ആയിട്ടില്ല, വെയിറ്റിംഗ് ആണ്. ഗോഡ്സ് ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അനീഷ് ചേട്ടൻ സംവിധാനം ചെയ്ത സിനിമ. ഓ അത് ശരി. അപ്പം ഇനിയുള്ള സ്റ്റേജ് ഷോസ് ഒക്കെ എങ്ങനെയാണ്? ഇനിയുള്ള സ്റ്റേജ് ഷോസ് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം മെന്റലിസം കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മിമിക്രി, മെന്റലിസം, അങ്ങനെ ഒരു വൺമാൻ ഷോ ഇതിലോട്ട് പോകാനാണ് പുതുവർഷം തൊട്ടുള്ള ഒരു ആഗ്രഹം. അതിന്റെ പ്ലാനിങ്ങിലാണ് അല്ലേ? പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം അജേഷ്, കണ്ടതിലും പരിചയപ്പെട്ടതിലും. അജേഷിന്റെ ഈ മിമിക്രി കല ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരത്തിൽ എത്തട്ടെ, ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ, അജേഷിന്റെ ആഗ്രഹം പോലെ തന്നെ സിനിമയിലും അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അജേഷ് മൺവില മിമിക്രി കലാകാരനാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ കണ്ടു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. ഇനിയും കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ അപകടം, 2 പേർ മരിച്ചു. കേളകം മലയാമ്പടിയിലാണ് അപകടം നടന്നത്. കായംകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി സ്വദേശി ജെസ്സി മോഹൻ എന്നിവരാണ് മരിച്ചത്. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി നാടകം കഴിഞ്ഞ് കായംകുളത്ത് നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. 14 പേരാണ് നാടക സംഘത്തിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ 9 പേർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ തളിക്കുളം ഹഷിത വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കൊല്ലപ്പെട്ട ഹഷിതയുടെ ഭർത്താവ് മുഹമ്മദ് ആസിഫ് കുറ്റക്കാരനാണെന്ന് ഇരിങ്ങാലക്കുട അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. 2022 ഓഗസ്റ്റ് 20 വൈകിട്ട് 6 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബന്ധുക്കളുമായി ഹഷിതയുടെ വീട്ടിലെത്തിയ മുഹമ്മദ് ആസിഫ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രസവം കഴിഞ്ഞ് 19 ദിവസം മാത്രമുള്ളപ്പോഴാണ് യുവതി കൊല്ലപ്പെട്ടത്. സംഭവം നടന്ന 50 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ പിടികൂടിയത്. കേസിൽ 58 സാക്ഷികളെയും 97 രേഖകളും 27 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കുഞ്ഞു ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കാൻ ചിന്ന ചിന്ന ആശയുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം. ശിശുദിനത്തോടനുബന്ധിച്ച് 18 വയസ്സ് വരെ പ്രായമുള്ള 1000-ലധികം കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകും. ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്കാണ് പൊതുജന പങ്കാളിത്തത്തോടെ സമ്മാനങ്ങൾ എത്തിക്കുക. വിവിധ കാരണങ്ങൾ കൊണ്ട് ഇടുക്കിയിലെ 43 ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ കഴിയുന്ന 644 പെൺകുട്ടികളുടെയും 444 ആൺകുട്ടികളുടെയും ചെറിയ ഇഷ്ടങ്ങൾ നടപ്പാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പദ്ധതി. ജില്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കുട്ടികളുടെ ആഗ്രഹങ്ങൾ പേരുൾപ്പെടുത്താതെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് വെബ്സൈറ്റിലൂടെ തെരഞ്ഞെടുക്കാം. ചിന്ന ചിന്ന ആസൈ നമ്മുടെ ജില്ലയിലെ 43 ചിൽഡ്രൻസ് ഹോമുകളുമായി ഉള്ള 1084 കുട്ടികളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് യഥാർത്ഥമാക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ്. അവരുടെ മുഖങ്ങളിലെ പുഞ്ചിരി കൊടുക്കാൻ സാധിക്കട്ടെ. സ്നേഹം എല്ലാവരോടും നമുക്ക് പങ്കുവെക്കാം. അവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഉണ്ട് എന്നുള്ള മെസ്സേജ് അവർക്ക് പാസ് ചെയ്യാൻ സാധിക്കും. സമ്മാനങ്ങൾ ശിശു സംരക്ഷണ സമിതി നിശ്ചയിക്കുന്ന സമയത്ത് നേരിട്ട് കൈമാറുകയോ കുട്ടിയുടെ ID നമ്പർ രേഖപ്പെടുത്തി ശിശു സംരക്ഷണ സ്ഥാപനത്തിലേക്ക് കൊറിയർ അയക്കുകയോ ചെയ്യാം. കളക്ട്രേറ്റിലും 5 താലൂക്ക് ഓഫീസുകളിലും സജ്ജീകരിച്ചിരിക്കുന്ന കൺട്രോൾ റൂമുകളിൽ ഏൽപ്പിക്കുകയോ ചെയ്യാം. ന്യൂസ് 18 ഇടുക്കി. കലാകാരന്മാർക്ക് ഇനി പ്രദർശനത്തിനായി ബുദ്ധിമുട്ടേണ്ട. തിരുവനന്തപുരത്ത് പുതിയൊരിടമുണ്ട്. മോവ് ആർട്ട് ഗാലറിയാണ് ആ ഇടം. ചിത്രകാരനും ശില്പിയും സിനിമാ സംവിധായകനുമായ ശ്യാം ഗോപാൽ ആചാര്യയാണ് ഈ സംരംഭത്തിന് പിന്നിൽ. കലകൾ എപ്പോഴും ഒരു അടയാളപ്പെടുത്തലാണ്. ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു തലമുറയുടെയൊക്കെ അടയാളപ്പെടുത്തൽ. ഓരോ വരകളിലൂടെ അല്ലെങ്കിൽ ഓരോ നിറങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ്റെ ചിന്തകളും അവരുടെ ഓരോ ഇമോഷൻസും എത്ര മനോഹരമായാണ് ഒരു കലാകാരൻ നമ്മുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് അല്ലേ.
അപ്പം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പുതുതായി പ്രവർത്തനം ആരംഭിച്ച മോ ആർട്ട് ഗാലറിയിലാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം ഈ ആർട്ട് ഗാലറിയുടെ തുടക്കക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ ശില്പിയായിട്ടുള്ള ശ്യാം ഗോപാൽ സാറുണ്ട്. സാർ, എങ്ങനെയാണ് ഈ ഒരു ആർട്ട് ഗാലറി എന്നുള്ള ഒരു ആശയത്തിലോട്ട് എത്തുന്നത്? അത് ബേസിക്കലി ഞാനൊരു ചിത്രകാരനാണ്. നമ്മൾ പാരമ്പര്യമായിട്ടും അങ്ങനെ പറയുകയാണെങ്കിൽ പാരമ്പര്യമായിട്ട് ചിത്രകാരന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ 94 ഞാൻ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ പാസ് ഔട്ടായതിനു ശേഷം ഞാൻ ഈ ചിത്രകല വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഈ തലമുറയ്ക്ക് ഈ ജനങ്ങൾക്ക് അക്സസബിലിറ്റി ഇല്ല ഈ ആർട്ടിന്, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത്. ഈ ആർട്ട് എന്ന് പറഞ്ഞത് സാധാരണ ജനത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അതിനകത്ത് വേറെ കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളും വരുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിട്ട് അവർ ആർട്ട് ഒരു എക്സിബിഷൻ നടന്നാൽ തന്നെ ഈ കാഴ്ചക്കാർ കുറവാണിപ്പോൾ. കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർട്ട് ഇല്ല ഇപ്പോൾ കുറച്ച്. അപ്പോൾ ഒരു ചിത്രശലഭം വരയ്ക്കുന്ന ഒരു സാധാരണ ഒരു ആർട്ട് ഒരിക്കലും ഒരു അക്കാഡമിക് സ്റ്റഡി ഇല്ലാത്ത ഒരാൾ ഒരു ചിത്രശലഭം വരച്ച പോലും അതിനൊരു പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ ആണെന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു സങ്കേതം, അതിനൊരു തിരുവനന്തപുരത്ത് ഒരു ചെറിയ രീതിയിൽ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ തുടക്കം ഉണ്ടാക്കണം എന്നുള്ളൊരു എളിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച ഒരു ഗാലറി ട്രിവാൻഡ്രം സിറ്റിയിൽ ഇതുപോലെ ശാസ്ത്രമംഗലം പോലുള്ള സ്ഥലത്ത് ഒരു 700 സ്ക്വയർ ഫീറ്റോളം വരുന്ന സ്ഥലത്ത് ഒരു ഗാലറി നടത്തുക എന്ന് പറഞ്ഞ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക്കാണ്. അത് ഞാൻ സ്വയം ഏറ്റെടുത്തു. ഇതിൽ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കണമെങ്കിൽ എന്താണ് ഈ കലാകാരന്മാർ? അല്ല, ഇപ്പോൾ റൂൾസ് അങ്ങനെയൊന്നുമില്ല. കാര്യം ഇപ്പോൾ 2-3 ഷോയെ ബുക്ക് ആയിട്ടുള്ളൂ. പിന്നെ ഞാനിത് നമുക്ക് റൺ ചെയ്തുകൊണ്ട് പോകണമല്ലോ. മന്ത്ലി ഇതൊരു റെൻറ്റഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിന് മന്ത്ലി ഒരു വാടക ഉണ്ട്, കറണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഞാനൊരു ആയിട്ടൊരു എക്സ്പെൻസ് ഞാനൊരു റെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഒരു കൂടിയ റെൻ്റ് അല്ല. കാരണം നമ്മുടെ റെൻറ്റ് ഇവിടുത്തെ ബിൽഡിംഗ് റെൻറ്റും ബാക്കി വാട്ടർ മീറ്ററും ഒക്കെ നോക്കുമ്പോൾ ഒരു ചെറിയ റെൻറ്റ് ഞാൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പലരോടും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കും വേണം അപ്രോച്ച് ചെയ്യാം. ഇതൊരു നല്ല സ്പേസാണ്. ശാസ്ത്രമംഗലം ജംഗ്ഷനിൽ തന്നെ റോഡ് സൈഡിലുള്ള പാർക്കിംഗ് സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ആർക്കും എപ്പോഴും വരാം, ഓട്ടോറിക്ഷ ഓടിച്ച് പോകേണ്ട കാര്യമില്ല, അത്ര സ്ഥലമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ സ്റ്റുഡിയോ അതൊരു 700 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് ടോട്ടൽ. ഇവിടെ ആർക്കെങ്കിലും ചിത്രങ്ങളോ ശില്പങ്ങളോ അതിന് മാനദണ്ഡങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചെറിയ കലാകാരന്മാരെന്നോ വലിയ കലാകാരന്മാരെന്നോ അങ്ങനെയൊന്നുമില്ല, കുട്ടികൾക്കും നടത്താം. ഇവിടെ ഇപ്പോൾ നിലവിൽ എത്ര പെയിന്റിങ്സ് ഉണ്ട്? ഇപ്പോൾ ഒരു 30-35ഓളം പെയിൻറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു 30-35ഓളം പെയിൻറ്റിങ്സ് ഉണ്ട്. 26 കലാകാരന്മാരുടെയാണ്. ഇതിൽ എൻ്റെ ഭാര്യയുടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഫൈൻ ആർട്സ് കോളേജ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പുള്ളിക്കാരത്തെ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഒരു സ്കൂൾ ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അവളുടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ എൻ്റെ ഗുരുനാഥനാണ് കാട്ടൂർ സാറ്, രാജപ്പൻ സാറ്. ഗുരുതുല്യനാണ് ബി.ഡി. ദത്തൻ സാറ്. പിന്നെ അമ്മാവനാണ് എൻ്റെ ഗുരു, ബേസിക് ഗുരു. പിന്നെ എൻ്റെ ഫാദർ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ഈ ഒരു ഗാലറി ഞാനത് പറയാൻ പറ്റുപോയി. ഇത് രാജകല ഫൗണ്ടേഷൻ എന്നൊരു കോൺസെപ്റ്റിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാജകല എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പേര് രാജഗോപാൽ എന്നാണ്, അമ്മയുടെ പേര് കലാവതി. അപ്പോൾ അച്ഛൻ സ്കൂൾ ഓഫ് ആർട്സിൽ പഴയകാല സ്റ്റുഡൻ്റായിരുന്നു, ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും എൻ്റെ അമ്മയുടെയും സ്മരണയ്ക്കാണ് ഞാൻ ഈ ഗാലറി സമർപ്പിക്കുന്നത്. യെസ്, അപ്പോൾ കലാകാരന്മാർക്ക് തിരുവനന്തപുരത്ത് ഒരു പുതിയ ഇടം, അതാണ് നമ്മൾ കണ്ടത്, പരിചയപ്പെട്ടത്. ആയിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചധികം വാർത്തകൾ ഇനി നോക്കാനുണ്ട്. അതിവേഗം നോക്കാം. ഫാസ്റ്റ് ന്യൂസുമായി കൃഷ്ണേന്ദു എത്തും ഇടവേളയ്ക്ക് ശേഷം. നവീൻ ബാബുവിന്റെ മരണത്തിൽ മൊഴിയെടുത്ത് പോലീസ്. സഹോദരൻ പ്രവീൺ ബാബു, ഭാര്യ മഞ്ജുഷ എന്നിവരുടെ മൊഴിയാണ് എടുത്തത്. അന്വേഷണ സംഘം മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. KK രത്നകുമാരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. UDF-ലെ ജൂബിലി ചാക്കോയെ 7-നെതിരെ 16 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് PP ദിവ്യ വിട്ടുനിന്നു. ആത്മകഥാ വിവാദത്തിൽ അതിശക്തമായ ഗൂഢാലോചന നടന്നുവെന്ന് ആവർത്തിച്ച് EP. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം വാർത്ത വന്നത് ആസൂത്രിതം. ഒരാൾക്കും കരാർ കൊടുക്കുകയോ കൂലിക്ക് എഴുതിക്കുകയോ ചെയ്തിട്ടില്ല. പുറത്തുപോയതിന് പിന്നിൽ കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമെന്നും ആരോപണം. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്ന് MV ഗോവിന്ദൻ. പാർട്ടി വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി.
ആത്മകഥാ വിവാദം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഗൂഢാലോചനയെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും ഇതിൽ പങ്ക്. ഗൂഢാലോചന നടന്നിട്ടും വയനാട്ടിൽ വൻ തിരിച്ചടിയാണ് UDF-നുണ്ടായതെന്നും സരിൻ. EP ജയരാജനെ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇല്ലാത്ത ആത്മകഥയുടെ പേരിലാണ് വ്യാജ പ്രചാരണം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തനിക്കെതിരെയും വ്യാജ പ്രചാരണമുണ്ടായി. അതേ മോഡൽ കുപ്രചാരണമാണ് അഴിച്ചുവിട്ടതെന്നും സജി ചെറിയാൻ. ആത്മകഥാ വിവാദം UDF-ന്റെ ഗൂഢാലോചനയാണെന്ന് P. സരിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് PK കുഞ്ഞാലിക്കുട്ടി. പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിൽ സംസാരിക്കണം. ഇടതുപക്ഷത്തെ അമർഷം കടിച്ചമർത്തി നിൽക്കുന്നവരുടെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. LDF എല്ലാ ഇലക്ഷനുകളിലും ഓരോ ബോംബ് പൊട്ടിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. EP ജയരാജന്റെ ആത്മകഥ പുറത്തു വന്നതിന് പിന്നിൽ VD സതീഷിന്റെ കൈയുണ്ടെന്ന് നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം, 2 പേർ മരിച്ചു. കേളകം മലയാമ്പടിയിലാണ് അപകടം നടന്നത്. കായംകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി സ്വദേശി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 9 പേർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആത്മകഥാ വിവാദത്തിലെ ദുരൂഹത തുടരുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ ഇന്ന് പങ്കെടുക്കും. 2.5 മാസത്തിനു ശേഷമാണ് ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പുസ്തക വിവാദത്തിൽ EP വിശദീകരണവും നൽകിയേക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. വൈകിട്ട് 4-ന് നിലവിലെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറക്കുക. ദർശനത്തിനായി പമ്പയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കും. പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതല ഏറ്റെടുക്കും. കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം. വൈകിട്ട് കൽപ്പാത്തിയിലെ 4 ക്ഷേത്രങ്ങളിലെ 6 രഥങ്ങൾ ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ സംഗമിക്കും. രാവിലെ കൃഷ്ണരഥം രാമവീഥിയിൽ പ്രയാണം തുടങ്ങും. കാഴ്ച കണ്ടു തൊഴാൻ 10,000 കൽപ്പാത്തിയിലേക്ക് എത്തും. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം വടക്കൻ പറവൂരിലും കുറുവ സംഘം എത്തിയതായി സംശയം. കുറുവ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. നിരവധി വീടുകളിൽ കയറാൻ ഇവർ ശ്രമിച്ചതായാണ് വിവരം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ തളിക്കുളം ഹഷിത വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കൊല്ലപ്പെട്ട ഹഷിതയുടെ ഭർത്താവ് മുഹമ്മദ് ആസഫ് കുറ്റക്കാരനാണെന്ന് ഇരിങ്ങാലക്കുട കോടതി കണ്ടെത്തിയിരുന്നു. 2022 ഓഗസ്റ്റിലായിരുന്നു സംഭവം. ബന്ധുക്കളുമായി ഹഷിതയുടെ വീട്ടിലെത്തിയ മുഹമ്മദ് ആസഫ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 58 സാക്ഷികളെയും 97 രേഖകളും 27 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ സഹായം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് അറിയിച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കത്ത് നൽകിയിരുന്നു. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഇന്ന് പരിഗണനയ്ക്ക് വരുന്നത്. ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് അനുവദിച്ച 2 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപനത്തിലൊതുങ്ങി. ദേവസ്വം ബോർഡിന്റെ പിടിപ്പുകേട് മൂലം ഇത്തവണയും ഇവിടെ എത്തുന്ന ഭക്തർ അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പന്തളം നഗരസഭയുടെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും ദേവസ്വം ബോർഡിന്റെ സഹായം ലഭിക്കുന്നില്ല എന്നാണ് നഗരസഭയുടെ പരാതി. തിരുവനന്തപുരം വെട്ടുകാട് മാദ്രേ ദേവൂസ് ദേവാലയത്തിലെ തിരുനാളിന് ഇന്ന് തുടക്കം. വൈകിട്ട് 4:30-ക്കാണ് പ്രത്യേക കുർബാന. 6:30-ക്കാണ് തിരുനാൾ കൊടിയേറ്റ്. 23-നാണ് തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണം. തിരുനാൾ പ്രമാണിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കുകളിൽ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി. ഇടുക്കിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. മരിയാപുരം പഞ്ചായത്തിൽ രോഗം ബാധിച്ച് 3 പേരാണ് മരിച്ചത്. മരിയാപുരം പഞ്ചായത്തിൽ 45 ദിവസത്തിനുള്ളിൽ മഞ്ഞപ്പിത്തവും എലിപ്പനിയും ബാധിച്ച് 3 പേർ മരിച്ചു. തടിയമ്പാട് മേഖലയും രോഗഭീതിയിലാണ്. ആരോഗ്യ വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്.
ഇടുക്കി പീരുമേട്ടിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാത ഉപരോധിക്കും. രാവിലെ 10 മണിക്ക് പീരുമേട് ടൗണിലാണ് ഉപരോധം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു സമരം ഉദ്ഘാടനം ചെയ്യും. പത്തനാപുരത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പത്തനാപുരത്ത് സ്റ്റേറ്റ് ഫാമിന്റെ പരങ്കാവൻ തോട്ടത്തിൽ സമീപം പാറപ്പുറത്ത് ആഴ്ചകൾക്ക് മുമ്പ് 3 പുലികളുടെ സാന്നിധ്യം പ്രദേശവാസികൾ കണ്ടിരുന്നു. വനംവകുപ്പ് ഇവിടെ എത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുലിക്കൂട് സ്ഥാപിച്ചത്. ഒരാഴ്ചയായി ഇവിടെ സ്ഥാപിച്ചിരുന്ന കൂട്ടിൽ പുലർച്ചെ പുലി കുടുങ്ങുകയായിരുന്നു. വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഇന്ന് മുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കും. ദീപാവലി ആഘോഷങ്ങൾക്കു ശേഷം രാജ്യതലസ്ഥാനത്തെ സാഹചര്യം രൂക്ഷമായതോടെയാണ് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് തീരുമാനിച്ചത്. ഇതനുസരിച്ച് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ 3 ഗണത്തിൽപ്പെടുന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മണിപ്പൂരിലെ കൂടുതൽ മേഖലകളിൽ അഫ്സ്പ നിയമം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പുതുതായി 6 പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് നിയമം കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷം രൂക്ഷമായ ജിരിബാം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് അഫ്സ്പ ഏർപ്പെടുത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് മേഖലയിൽ 10ഓളം കുക്കി ആയുധധാരികളെ CRPF-യുമായുള്ള ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു. ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ 4-1 പേർക്കുമെതിരെ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് കണക്കുകൾ. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ ആകെയുള്ള 528 സ്ഥാനാർത്ഥികളിൽ 522 പേരുടെ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് കണക്കുകൾ വ്യക്തമായത്. വ്യാജ ബോംബ് ഭീഷണിയെ തുടർന്ന് ഇൻഡിഗോ വിമാനം അടിയന്തരമായി നിലത്തിറക്കി. കൊൽക്കത്തയിലേക്ക് പോവേണ്ട വിമാനമാണ് റായ്പൂരിലേക്ക് ഗതിമാറ്റി വിട്ട ശേഷം ലാൻഡിംഗ് നടത്തിയത്. സംഭവത്തിൽ യാത്രക്കാരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. വിമാനത്തിൽ ബോംബുണ്ടെന്ന് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചതായാണ് റിപ്പോർട്ടുകൾ. ബ്രസലിൽ സോഷ്യൽ ഉച്ചകോടി ആരംഭിച്ചു. അടുത്തയാഴ്ച നടക്കുന്ന മികച്ച സമ്പദ് വ്യവസ്ഥകളുടെ G20 ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഇവന്റ്. ശനിയാഴ്ച വരെ G20 രാജ്യങ്ങളിൽ നിന്നുള്ള 40,000 പേർ മീറ്റിംഗുകളിലും പാനലുകളിലും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യമന്ത്രി മൗറോ വിയേര പറഞ്ഞു. 2024 നവംബർ 18, 19 തീയതികളിൽ റിയോ ഡി ജനീറോയിലാണ് G20 ഉച്ചകോടി. അന്താരാഷ്ട്ര ഉച്ചകോടിക്കും ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുമായി ബൈഡൻ പെറുവിലെത്തി. തന്റെ പ്രസിഡന്റ് ടേമിലെ അവസാനത്തെ പ്രധാന അന്താരാഷ്ട്ര ഉച്ചകോടിക്കും 6 ദിവസത്തെ സന്ദർശനം ആരംഭിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ പെറുവിലെത്തി. പെറുവിലെ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിലും ബ്രസീലിലെ ഗ്രൂപ്പ് ഓഫ് 20 നേതാക്കളുടെ ഉച്ചകോടിയിലും ബൈഡൻ പങ്കെടുക്കും. ഒപ്പം ആമസോൺ മഴക്കാടുകളും സന്ദർശിക്കും. വാക്സിൻ വിരുദ്ധ പ്രവർത്തകനായ റോബർട്ട് F. കെനഡി ജൂനിയറിനെ ആരോഗ്യ സെക്രട്ടറിയായി ട്രംപ് തിരഞ്ഞെടുത്തു. പരിസ്ഥിതി പ്രവർത്തകനായ റോബർട്ട് F. കെനഡി ജൂനിയർ ആരോഗ്യ മനുഷ്യസേവന വകുപ്പ് നയിക്കും. മുൻ US പ്രസിഡന്റ് റോബർട്ട് F. കെനഡിയുടെ അനന്തരവനും മുൻ സെനറ്റർ റോബർട്ട് F. കെനഡിയുടെ മകനുമാണ് റോബർട്ട് F. കെനഡി ജൂനിയർ. സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലും പരിസരത്തും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടതായി സിറിയയിലെ സർക്കാർ മാധ്യമങ്ങൾ അറിയിച്ചു. കുറഞ്ഞത് 3 സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പലസ്തീനിലെ ഇസ്ലാമിക ജിഹാദ് എന്ന സായുധ സംഘത്തിന്റെ ആസ്തികളും ആസ്ഥാനവുമാണ് ആക്രമണ ലക്ഷ്യമെന്ന് ഇസ്രായേൽ അറിയിച്ചു. കിഴക്കൻ ലെബനീസ് നഗരമായ ബാൽബക്കിലെ സിവിൽ ഡിഫൻസ് സെന്ററിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 12 ലെബനീസ് രക്ഷാപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ആരോഗ്യരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തെക്കൻ ലെബനനിൽ അരബ് സാലം ഗ്രാമത്തിൽ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള സിവിൽ ഡിഫൻസ് ആൻഡ് റെസ്ക്യൂ ഗ്രൂപ്പായ ഹെൽത്ത് അതോറിറ്റി അസോസിയേഷനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 4 പാരാമെഡിക്കുകൾ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ച വെനസ്വേല. ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. 43-ാം മിനിറ്റിൽ റഫീനിയയിലൂടെ ബ്രസീലാണ് ആദ്യ ഗോൾ നേടിയത്. 46-ാം മിനിറ്റിൽ തലാസ്കോ സെഗോവിയയിലൂടെ വെനസ്വേല സമനില പിടിച്ചു. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ ബെൽജിയത്തെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ഇറ്റലി ക്വാർട്ടർ ഫൈനലിലെത്തി. 11-ാം മിനിറ്റിൽ സാൻട്രോ ടൊനാലിയാണ് ഗോൾ നേടിയത്. ടൊനാലിയയിലൂടെ ആദ്യ അന്താരാഷ്ട്ര ഗോളാണിത്. ഫ്രാൻസ് ഇറ്റലി മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമും ഗോൾ
ഇരു ടീമിനും ഗോൾ നേടാനായില്ല. ഫ്രാൻസും ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ അയർലൻഡിനെ എതിരില്ലാത്ത 3 ഗോളിന് ഇംഗ്ലണ്ട് തോൽപ്പിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4ാം T20 ഇന്ന് ജോഹാനസ്ബർഗിൽ നടക്കും. രാത്രി 8:30 മത്സരം. 4ാം മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കുകയാണ് ലക്ഷ്യം. ഒപ്പമെത്താൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം അനിവാര്യം. ഫാസ്റ്റ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം. അപ്പോൾ അതിവേഗം കുറച്ചധികം വാർത്തകൾ നമ്മൾ പരിശോധിച്ചു. താങ്ക് യു കൃഷ്ണേന്ദു. അപ്പോൾ നമ്മളുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. സ്പെഷ്യൽ ഡേ സെഗ്മെന്റിൽ ഇന്ന് എത്തുന്നത് തൃശൂർ ജില്ലയിൽ ചെറുവാൾ സ്വദേശികളായ വിനീത് സോന ദമ്പതികളുടെ മകൾ വേദ വിനീതിന്റെ 2ാം ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ ന്യൂസ് 18 കേരളത്തിലൂടെ സ്പെഷ്യൽ ആശംസകൾ അറിയിക്കുമല്ലോ എന്നാണ് വേദയുടെ കുടുംബം ചോദിച്ചത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വേദക്കുട്ടി, എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ഇതേപോലെ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിലും നിങ്ങൾക്ക് എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ഏതാണ് എന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യുക. പേര് പറയുക, ഫോൺ നമ്പർ പറയുക. പിറന്നാളായിക്കോട്ടെ, വിവാഹ വാർഷികമായിക്കോട്ടെ, അങ്ങനെ എന്ത് ആഘോഷമായിക്കോട്ടെ അത് ന്യൂസ് 18നോടൊപ്പം ആഘോഷിക്കാം. അന്തർദേശീയ വാർത്തകൾ കൂടി പരിശോധിക്കാം. ശ്രീലങ്കയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ NPP കൂറ്റൻ ജയത്തിലേക്ക് അടുക്കുകയാണ്. ദിസനായകയ്ക്ക് ഭൂരിപക്ഷം തേടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു നമുക്കൊപ്പം. സുവി, ഗുഡ് മോർണിംഗ്. എങ്ങനെ പുരോഗമിക്കുന്നു വോട്ടെണ്ണൽ? ഗുഡ് മോർണിംഗ് ആര്യ. ശ്രീലങ്കയിൽ നിർണായകമായ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. പ്രസിഡന്റ് അനുര കുമാര ദിസനായകയ്ക്ക് ഭൂരിപക്ഷം തേടിക്കൊണ്ടുള്ള ഒരു വോട്ടെണ്ണൽ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണലിൽ ഈ NPP സഖ്യം വലിയ ഭൂരിപക്ഷം നേടും എന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രവചനങ്ങൾ എല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്ന വിവരമാണ് ശ്രീലങ്കയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള സഭയിൽ പ്രസിഡന്റിന് 3/1 ഭൂരിപക്ഷം വേണമെന്നാണ് കണക്കുകൾ. 225 അംഗസഭയിൽ 113 പേരുടെ ഭൂരിപക്ഷമാണ് അനുര കുമാര ദിസനായകയ്ക്ക് ആവശ്യമുള്ളത്. ദിസനായക വാഗ്ദാനം ചെയ്ത സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിനും ഈ ഭൂരിപക്ഷം ആവശ്യമാണ്. നേരത്തെ ജയിച്ചപ്പോൾ ഇത്തരത്തിൽ ഒരു ഭൂരിപക്ഷം ദിസനായകയ്ക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പാർലമെന്റ് പിരിച്ചുവിടുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. 3/1 ഭൂരിപക്ഷം ലഭിക്കണം എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പാർലമെന്റിൽ ദിസനായകയുടെ പാർട്ടിയായ ജനവിമുക്തി പാർട്ടിക്ക് 3 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. ജനവിമുക്തി പെരവന ഉൾപ്പെടുന്ന നാഷണൽ പീപ്പിൾ പവർ പാർട്ടിക്കാണ് ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സാമ്പത്തിക പരിഷ്കരണങ്ങൾ, അതായത് റെനിൽ വിക്രമസിംഗെ നടപ്പാക്കിയിരുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ മാറ്റം വരുത്തും എന്ന് അനുരകുമാര ദിസനായകെ വ്യക്തമാക്കിയിരുന്നു. ആ സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ ഉൾപ്പെടെ മാറ്റം വരണമെങ്കിൽ തീർച്ചയായും ഈ ദിസനായകയുടെ പാർട്ടിക്ക് 3/1 ഭൂരിപക്ഷം വേണം. അതായത് 225 അംഗ പാർലമെന്റിൽ 113 സീറ്റുകൾ വിജയിച്ച് കയറണം എന്നതാണ് ഉള്ളത്. JVP വൻ ഭൂരിപക്ഷം നേടുമെന്നാണ് പ്രവചനങ്ങളുള്ളത്. 1.71 കോടി വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 മണ്ഡലങ്ങളിൽ നിന്നായി 196 പേരെയാണ് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. ബാക്കിയുള്ള 29 സീറ്റ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടികൾക്ക് വീതം വെച്ച് നൽകുകയാണ് ചെയ്യുന്നത്. 8800 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 2022 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ശ്രീലങ്കയിലെ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. പത്തനാപുരത്ത് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പത്തനാപുരത്ത് സ്റ്റേറ്റ് ഫാമിന്റെ പറങ്കാവിൻ തോട്ടത്തിന് സമീപം പാറപ്പുറത്ത് ആഴ്ചകൾക്ക് മുമ്പ് 3 പുലികളുടെ സാന്നിധ്യം പ്രദേശവാസികൾ കണ്ടിരുന്നു. വനംവകുപ്പ് ഇവിടെ എത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുലിക്കൂട് സ്ഥാപിച്ചത്. ഒരാഴ്ചയായി ഇവിടെ സ്ഥാപിച്ചിരുന്ന കൂട്ടിൽ പുലർച്ചെ പുലി കുടുങ്ങുകയായിരുന്നു. അവിടെ ജമ്പ് ചെയ്ത് ചാടുവേ, നല്ല ഫോഴ്സായിരിക്കും.
വെട്ടം കാണിച്ചതാ അല്ലല്ല അതന്നെ തുള്ളി ചാടുന്ന വേണം അതിന്റെ സൗണ്ട് ഇപ്പൊ കേക്കാം. കേട്ടോ കേട്ടോ ആ കൊച്ചുവേണം നോട്ടിട്ട് കേട്ടോണോ. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കിയിൽ വിവിധ ഇടങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്നു. മരിയാപുരം പഞ്ചായത്തിൽ രോഗം ബാധിച്ച് 3 പേരാണ് മരിച്ചത്. ജില്ലാ ആസ്ഥാന മേഖലയായ മരിയാപുരം, വാഴത്തോപ്പ് പഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്തവും എലിപ്പനിയും ഉൾപ്പെടെ പടർന്നു പിടിക്കുന്നുണ്ട്. മരിയാപുരം പഞ്ചായത്തിൽ 45 ദിവസത്തിനുള്ളിൽ മഞ്ഞപ്പിത്തവും എലിപ്പനിയും ബാധിച്ച് മരിച്ചത് 3 പേർ. തടിയമ്പാട് മേഖലയും രോഗഭീതിയിലാണ്. ഇടുക്കി ജില്ലാ ആസ്ഥാനമായിട്ട് ആരോഗ്യ വകുപ്പിന്റെ വൻ പരാജയമാണ് ഈ കാണുന്നതെല്ലാം. കാരണം ഇത്രയ്ക്ക് പോലും സാഹചര്യം ഉണ്ടായി 2-3 പേര് മരണപ്പെട്ടിട്ട് പോലും ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ പോലും ഇവിടുത്തെ മന്ത്രിയോ ഇവിടുത്തെ ജില്ലയുടെ ചാർജുള്ള മന്ത്രി, അതുകൂടാതെ തന്നെയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം. 1.5 മാസം മുൻപ് വീട്ടമ്മ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച വിമലഗിരി സ്വദേശിയായ ഓട്ടോ ഡ്രൈവറും രോഗം ബാധിച്ച് മരിച്ചു. 5 ദിവസം മുൻപ് ഉപ്പുത്തോട് സ്വദേശിയുടെ മരണം എലിപ്പനി മൂലമെന്ന് സ്ഥിരീകരിച്ചു. രോഗം പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനം ഊർജിതമല്ലെന്നാണ് ആക്ഷേപം. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. കലോത്സവ വേദിയിൽ ആവേശമായി ഗോത്രകലകൾ. പണിയനൃത്തം, മലയപ്പുലയാട്ടം തുടങ്ങിയ ഇനങ്ങളിൽ നടന്ന മത്സരം കൗതുകമായി. സ്കൂൾ കലോത്സവത്തിൽ ഇക്കൊല്ലം മുതലാണ് ഗോത്രവിഭാഗങ്ങളുടെ കലകളും പുതുതായി ചേർക്കപ്പെട്ടത്. മത്സരവേദികൾക്ക് പുതിയ താളവും ആവേശവും നൽകിയാണ് ഗോത്രകലകൾ അരങ്ങേറിയത്. ഗോത്രകലകൾ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന്റെ ഫലമായാണ് കിർത്താഡ്സ് ഡയറക്ടറിൽ നിന്ന് തേടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദിവാസി നൃത്തരൂപങ്ങൾ മത്സര ഇനങ്ങളാക്കിയത്. ഇതോടെ കലോത്സവ വേദികളിൽ ഗോത്രകലകൾ ആവേശമാകുകയാണ്. ഒപ്പനയും സംഘനൃത്തവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ളത് ഗോത്രകലകളുടെ അവതരണത്തിനാണ്. പണിയനൃത്തം, ഇരുളനൃത്തം, മലപുലയാട്ടം, മംഗലം കളി തുടങ്ങിയവയാണ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. പാരമ്പര്യ കലാകാരൻ ആറങ്ങോട്ടുകര സ്വദേശി സൗന്ദർകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് ഇവർ ഗോത്രകലകൾ പരിശീലിച്ചത്. ഞാൻ പഠിപ്പിച്ച എന്റെ മക്കളാണിത്. ഇവര് പരിശീലിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് താമസിക്കുന്ന ഗോത്രവിഭാഗക്കാരായിട്ടുള്ള പളിയരുടെ നൃത്തം അവതരിപ്പിച്ചിട്ട് 1ാം സ്ഥാനം നേടിയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പോ പഴയ നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് താമസിക്കുന്ന പളിയ വിഭാഗക്കാരുടെ ഒരു ഗോത്ര നൃത്തരൂപമാണ് പളിയ നൃത്തം. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ പെൺകുട്ടികളാണ് അവതരിപ്പിച്ച 1ാം സ്ഥാനം നേടിയിട്ടുള്ളത്. അന്യം നിന്നു പോകുന്ന ഗോത്രകലകളെ കലോത്സവങ്ങളിലൂടെ പുത്തൻ തലമുറയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും വീണ്ടെടുക്കുകയുമാണ് ലക്ഷ്യം. ന്യൂസ് 18 പാലക്കാട്. കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുണ്ടെന്ന കാരണത്താൽ 52 വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ ജോലിയിൽ നിന്ന് പുറത്താക്കിയ കായംകുളം സ്വദേശി അഡ്വക്കേറ്റ് ആർ മനോഹരൻ നീതിക്കായുള്ള നടത്തത്തിലാണ് ഇപ്പോഴും. കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്രകുത്തി കേന്ദ്ര സർവീസിൽ നിന്ന് പുറത്താക്കിയവരെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയാത്ര നടത്തുന്നത്.
76-ാം വയസ്സിലാണ് നീതി തേടിയുള്ള മനോഹരന്റെ നടത്തം. പന്തളം NSS പോളിടെക്നിക്കിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കി 1969-ലാണ് ഇന്ത്യൻ ആർമിയിൽ മനോഹരൻ ജോലിയിൽ പ്രവേശിച്ചത്. 1971-ൽ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് സർവീസ് ആവശ്യമില്ല എന്ന് കാട്ടി പുറത്താക്കി. കമ്മ്യൂണിസ്റ്റാണെന്ന് തെളിഞ്ഞതാണ് കാരണം. 1972-ൽ ബോംബെ ആദായ നികുതി വകുപ്പിൽ ജോലി കിട്ടി. 9 മാസത്തെ സർവീസിനു ശേഷം അവിടെയും രാജ്യദ്രോഹി മുദ്ര വീണതോടെ ജോലി പോയി. ഇത്തരത്തിൽ ഒട്ടേറെ പേർക്ക് അക്കാലത്ത് ജോലി നഷ്ടമായെന്ന് മനോഹരൻ പറയുന്നു. ഞങ്ങൾ രാജ്യദ്രോഹികളല്ല എന്ന് പ്രഖ്യാപിക്കണം. രേഖകളിൽ ഞങ്ങൾ രാജ്യദ്രോഹികളാണ്. കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാരണത്താൽ പിരിച്ചയക്കപ്പെട്ടുള്ള ആളുകൾ അവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നും അവർ രാജ്യത്തിനെതിരായി നിൽക്കുന്നുമായിരുന്നല്ലോ സൂചന. അങ്ങനെയാണെങ്കിൽ രേഖകളിൽ ഞങ്ങളിപ്പോഴും രാജ്യദ്രോഹികളാണ്. ഞങ്ങൾ രാജ്യദ്രോഹികളല്ല എന്ന് പ്രഖ്യാപിക്കണം. 76 വയസ്സുള്ള ഞാൻ ഒരുപക്ഷെ ഇപ്പം മരിച്ചു വീഴുകയാണെങ്കിൽ രാജ്യദ്രോഹിയായി മരിക്കണം. ഞാനെന്തിനാ അങ്ങനെ മരിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി പിന്നീട് പല ജോലികൾ ചെയ്ത മനോഹരൻ അഭിഭാഷകനായി. എങ്കിലും അന്നു പതിഞ്ഞ രാജ്യദ്രോഹി മുദ്ര ഒഴിവാക്കി കിട്ടാൻ നിരന്തര പോരാട്ടത്തിലാണ് മനോഹരൻ. തകർക്കപ്പെട്ട സ്വപ്നങ്ങൾ എവിടെയെങ്കിലും അടയാളപ്പെടുത്തണമെന്ന് മനോഹരൻ പറയുന്നു. ഈ വിഷയം എവിടെയെങ്കിലും ഒന്ന് ഉന്നയിക്കാൻ, ഇതിൻ്റെ പരിഹാരം തേടാൻ, അതൊന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ബാധ്യതയില്ലേ? ഉണ്ട്, അവരും അത് ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ആരും ഇത്തരം ഒരു കാര്യം ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ വടക്കേ അറ്റത്ത് നിന്ന് ഇതൊന്ന് രേഖപ്പെടുത്താൻ, സാധാരണക്കാരോട് ഇക്കാര്യം പറയാൻ, ഞാൻ രാജ്യദ്രോഹിയല്ല എന്ന് പ്രഖ്യാപിക്കാൻ, മാധ്യമങ്ങളോട് പറയാൻ, ജനങ്ങളുടെ പിന്തുണ തേടാൻ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ധർമ്മസമര യാത്രയാണ്. MP ആയിരിക്കെ സീതാറാം യെച്ചൂരി വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു. ഫലമുണ്ടായില്ല. ധർമ്മസമരയാത്ര എന്ന പേരിൽ ഓഗസ്റ്റ് 15-ന് കാസർഗോഡ് തലപ്പാടിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. പോരാട്ടത്തിന് ഊർജ്ജമായി നിന്ന ഭാര്യ P. ലളിത കഴിഞ്ഞ വർഷം മരിച്ചു. കായംകുളം, മാവേലിക്കര കോടതികളിൽ അഭിഭാഷകനാണ് മനോഹരൻ. ന്യൂസ് 18 കായംകുളം. ഒരിക്കൽ കൂടി ശബരിമലയിലേക്ക് പോവുകയാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. തിരക്ക് കണക്കിലെടുത്ത് വൈകിട്ട് 4 മണിക്ക് ശബരിമല നട തുറക്കും എന്നുള്ളതാണ് പുതിയ വാർത്ത. നിലവിലെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിക്കുക. ദർശനത്തിനായി പമ്പയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ തീർത്ഥാടകർക്ക് പ്രവേശനം നൽകും. പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതല ഏറ്റെടുക്കും. സജീവ് സി വാര്യർ ചേരുന്നുണ്ട് ശബരിമലയിൽ നിന്ന്. സജീവ് സി വാര്യർ, ഈ സമയക്രമത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. 5 മണിക്കാണ് നേരത്തെ നട തുറക്കുമെന്ന് അറിയിച്ചിരുന്നത്. അത് 4 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഭക്തരുടെ ഒരു തിരക്ക് കണക്കിലെടുത്താണോ മാറ്റം? അതെ, സ്വാഭാവികമായും അത്തരത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരം തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡ് പോലീസും ചേർന്ന് തീരുമാനിച്ചത്. ഇന്ന് ഇക്കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണി മുതൽ ആളുകളെ തീർത്ഥാടകരെ കയറ്റിവിടും. അതിനുശേഷം 4 മണിക്കാണ് നട തുറക്കുന്നത്. 4 മണിക്ക് PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറക്കുക. ആഴിയിൽ ദീപം തെളിയിച്ച ശേഷം നിയുക്ത മേൽശാന്തിമാരായുള്ള അരുൺകുമാർ നമ്പൂതിരിയെയും വാസുദേവൻ നമ്പൂതിരിയെയും കൈപിടിച്ച് 18ാം പടി കയറ്റും. ആദ്യമായി പടി കയറുന്നത് 18ാം പടി കയറുന്നത് നിയുക്ത മേൽശാന്തിമാരാണ്. അതിനുശേഷമാണ് തീർത്ഥാടകരെ 18ാം പടി വഴി കയറ്റിവിടുക. ഇന്ന് 30,000 പേരാണ് ദർശനത്തിന് എത്തുന്നത് എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. കൂടുതൽ ആളുകൾ സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള വരുമ്പോഴേക്കും കൂടുതൽ ആളുകൾ എത്താൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദർശന സമയം 1 മണിക്കൂർ കൂടി കൂട്ടിക്കൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഒട്ടേറെ സൗകര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പോലീസും ദേവസ്വവും ഒരുക്കിയിരിക്കുന്നത്. നമ്മോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥനും നടനുമായിട്ടുള്ള സദാനന്ദൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാമിശരണം. ഞാൻ സദാനന്ദൻ ചേപ്പറമ്പ്. തൊണ്ടി മുതലും ദൃസാക്ഷ്യം എന്ന സിനിമയിലൂടെ വന്ന് ഇപ്പം ശബരിമല ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടിക്ക് ഇന്നലെ പുലർച്ചെ 3 മണിയോടുകൂടി ഇവിടെ എത്തി. ഇന്ന് എത്ര വർഷമായിട്ട് ഡ്യൂട്ടിയിലുണ്ട്? ഞാൻ 24 വർഷമായി പോലീസിൽ. ഏകദേശം ഒരു 23 തവണ ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഒരു വർഷം തന്നെ 2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കോവിഡിന്റെ ആ കാലഘട്ടത്തിൽ വരാൻ പറ്റിയിട്ടില്ല. ഈ നേരത്തെ പോലീസിനെ പറ്റി വലിയ ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. ഇത്തവണ കൂടുതൽ ഒരുക്കങ്ങൾ ഉണ്ട്, സജ്ജീകരണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ അവലോകന യോഗം ചേർന്നിരുന്നല്ലോ. എന്താണ് പുതിയ ഒരുക്കങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിമാരുമായിട്ട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ ഇതൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. എല്ലാ തരത്തിലും പോലീസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പം ഏകദേശം 9 മണിയോടുകൂടിയാണ് നമ്മുടെ ഡ്യൂട്ടി തുടങ്ങുന്നത്. പിന്നെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അയ്യപ്പന്മാർ ഇവിടെ എത്തുന്നത്. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് പോകുന്നത്. നേരത്തെയുള്ള അനുഭവങ്ങൾ എന്താണ്? ഈ തീർത്ഥാടന കാലത്ത് വന്നതും അല്ലാതെ മാസപൂജയ്ക്കൊക്കെ വന്ന സമയത്തുള്ള അനുഭവങ്ങളുണ്ടല്ലോ, ഒന്ന് വിവരിക്കാമോ? അത് മുമ്പുണ്ടായിരുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ ഏകദേശം 2000-ലായിരുന്നു പോലീസിലേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ വരുമ്പോൾ ഇത്രയും ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, സൗകര്യങ്ങളില്ല. ഇന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു. അന്ന് നമ്മൾ കഴുതപ്പുറത്തായിരുന്നു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്. ഇന്ന് ട്രാക്ടറായി ഒരുപാട് മാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഭക്തജനങ്ങളുടെ തിരക്കും കൂടിയിട്ടുണ്ട്. ഈ പോലീസിന്റെ പ്രവർത്തന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടോ?
തീർച്ചയായിട്ടും പോലീസിന്റെ പ്രവർത്തന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലീസ് പ്രത്യേകിച്ച് മാറാനില്ല. സ്വാമി എന്നുള്ളൊരു ഭക്തിയോട് കൂടിയിട്ട് മാത്രമേ പോലീസ് കാണുന്നുള്ളൂ. പോലീസ് അവരെ ഒരു സേവകരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോ പുതിയ സിനിമകൾ ഉണ്ടോ? ഈ ഡ്യൂട്ടിക്കിടയ്ക്ക് സിനിമകൾ സന്നിധാനത്ത് സജീവ് സി വാര്യരാണ് നമുക്കൊപ്പം ചേർന്നത്. അവിടെ ഡ്യൂട്ടിയിലുള്ള ഒരു സിനിമാ നടൻ കൂടിയായ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. ശബരിമലയിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശന സൗകര്യം ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞു. ദേവസ്വവും പോലീസുമായി മികച്ച ഏകോപനം ഉണ്ടാകുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും, ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് നട തുറക്കും. കണ്ഠര് രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതിയ മേൽശാന്തി ചുമതലയേൽക്കും. രാത്രി 10:30 ഹരിവരാസനം കഴിഞ്ഞതിന് ശേഷം പഴയ മേൽശാന്തി പടിയിറങ്ങി ഇല്ലത്തേക്ക് പോകും. വൃശ്ചികം 1 രാവിലെ കൃത്യം 3 മണിക്ക് തന്നെ നട തുറക്കും. 3 മണിക്കാണ് നട തുറക്കുന്നത്. 1 മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം കൃത്യം 3 മണിക്ക് തന്നെ വീണ്ടും നട തുറക്കും. രാത്രി 11 മണി വരെ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി 18 മണിക്കൂറാണ് ഇന്ന് ഒരു ദിവസത്തെ ദർശനം സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ബഹുമാനായ തന്ത്രി കണ്ഠര് രാജീവരും മേൽശാന്തിമാരും ഒക്കെ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് അംഗീകരിച്ചു. അവരോട് നന്ദി പറയുന്നു. എന്തായാലും ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നയം. അതുകൊണ്ട് തന്നെയാണ് 18 മണിക്കൂർ ദർശന സമയം കൂട്ടിയിരിക്കുന്നത്. വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നൊരു കാര്യം, പിന്നെ വെർച്വൽ ക്യൂ ഇപ്പം നിയന്ത്രിക്കും, കൃത്യമായി നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഒരു മാധ്യമങ്ങളിൽ തന്നെ നല്ല പ്രചരണം കൊടുത്തതിന്റെ ഭാഗമായി ഭക്തജനങ്ങൾ പോസിറ്റീവായി എടുത്തു. വരുന്നൊരു 10-15 ദിവസം നിറഞ്ഞിരിക്കുകയാണ് വെർച്വൽ ക്യൂ. പക്ഷെ വെർച്വൽ ക്യൂ നിറഞ്ഞു പോയാലും നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ തത്സമയ ബുക്കിംഗ് സംവിധാനം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി അത് ഫോട്ടോ എടുക്കുകയും ആധാറിന്റെ ഒരു കോപ്പി നിങ്ങൾ കൊണ്ടുവരണം, ആധാർ വാലിഡേഷനോടുകൂടി. എങ്ങനെയാണോ വെർച്വൽ ക്യൂവിൽ ആധികാരികത വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ തത്സമയ ബുക്കിംഗിലും. അപ്പോൾ മാലയിട്ടിവിടെ വരുന്ന ഭക്തൻ ഭഗവാന്റെ ദർശനം കിട്ടാതെ തിരിച്ചു പോകില്ല എന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു. അത് സർക്കാരും ഞങ്ങളുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോർണിംഗ് ഷോയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഒക്കെയായി ന്യൂസ് 18നോടൊപ്പം തന്നെ പ്രേക്ഷകർ തുടരുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.